ഇത് കലാം എന്ന സിഫത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ കലാം ഹാദീസുണ്ട്, ഖദീമുണ്ട്. ഖദീമിനുള്ള അവസ്ഥയല്ല ഹാദീസിനുള്ളത്, ഹാദീസിൻ്റെ അവസ്ഥയല്ല ഖദീമിനുള്ളത് എന്ന് പറഞ്ഞു വന്നു അല്ലേ. ഈ കലാം 3 എത്തിബാറിൽ എടുക്കും. ഒന്ന് വെറും സിഫത്തായിക്കൊണ്ട് മാത്രം എടുക്കും, ഒന്ന് ആ സിഫത്ത് ഉപയോഗിച്ച് ബയാൻ ചെയ്യൽ എന്ന അർത്ഥത്തിന് ഉപയോഗിക്കും, ബയാൻ ചെയ്തിട്ടുണ്ടാകുന്ന ആസാറുകൾക്ക് ഉപയോഗിക്കും. മുബയ്യൻ അതൊക്കെ പറഞ്ഞു വന്നു. അപ്പോൾ ഓരോ സ്റ്റേജ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ദാത്തിൽ നിൽക്കുമ്പോൾ അതിന് ഇതില്ല, ഹർഫൂല സൗത്തുമില്ല. നമ്മളെ ദാത്തിൽ നിന്നാൽ തന്നെ അത് അടുത്ത സ്റ്റേജിൽ ഹദീസുൻ നഫ്സായി മാറും. അത് നമ്മളെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഹർഫും സൗത്തും തഹക്കീക്കൻ ഉണ്ടാവില്ല. ഇയാളെ ഹദീസുൻ നഫ്സ് ഒരാൾ ചെവി വെച്ചിട്ട് സെതസ്കോപ്പ് വെച്ച് പരിശോധിച്ചാലും അത് കിട്ടൂലല്ലോ. പക്ഷെ തക്ദീറിലുണ്ടാകും. എന്താ തക്ദീർ? ഒന്നിക്കിൽ അവൻ്റെ മാതൃഭാഷ അല്ലെങ്കിൽ ഇവൻ എന്തിനാണോ അത് ഇതാക്കുന്നത് ആ ഭാഷൻ്റെ തഹയ്യലി ഒരു തക്ദീർ. ഈ രംഗം അള്ളാഹു താലാക്കില്ല എന്ന്. കാരണം ഹർഫുല്ല സൗത്തും ഇല്ലാത്തതുകൊണ്ട് ഹദീസുൻ നഫ്സിൻ്റെ സ്റ്റേജ് എന്തില്ല, അള്ളാഹുവിൻ്റെ ഖദീമിൽ ഇല്ല നോക്കും. നമുക്ക് രണ്ടാമത് എന്താ ഉള്ളത്? ലഫ്ലി, കറാമുൽ ലഫ്ലി. അപ്പോൾ ലഫ്ലി എന്ന് പറയുമ്പോൾ ലാസിമാകുന്ന പല കാര്യങ്ങളും അള്ളാഹു താലാക്ക് പറയാൻ പറ്റൂല. ഒരംഗമുണ്ട്, ശ്വാസകോശമുണ്ട്, ഒരു മഖ്റജുണ്ട്, നാവുണ്ട്, ഇതൊക്കെ ജിസ്മാനിയാണ്. ഇതൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് ലഫ്ലിയായ കലാം അള്ളാഹു താലാക്ക് അവൻ്റെ ദാത്തിലേക്ക് ചേർക്കപ്പെടുന്ന ലഫ്ലിയായ കലാം ഇല്ല എന്നർത്ഥം അല്ലേ. റഖമിയായ കലാം ഉണ്ടാകുന്നതിന് ദിറ്റൂല്ല എന്നും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് അവൻ്റെ ദാത്തിന് ഇന്നെത്തില്ല. വൈന്നഹു ഫീ കിതാബിൻ മക്നൂൻ ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ. ഞാൻ എന്തെങ്കിലും കൂടെ തഫ്സീർ നോക്കി. ലൗഹുൽ മഹ്ഫൂദ് ശരിക്കും പറഞ്ഞാൽ ഒരു ഖുർആനാണ്, ഖുർആൻ്റെ മൂലഗ്രന്ഥം. തൗറാത്ത് എന്താണ്? പലകയിൽ എഴുതപ്പെട്ട മക്തൂബായിക്കൊണ്ട് തന്നെ മൂസാ നബിക്ക് ഇങ്ങനെ സീറ്റായിട്ട് കൊണ്ട് ഇറക്കപ്പെട്ടു. എന്നിട്ടാണല്ലോ കൈമെന്ന് വീണപ്പോൾ പൊട്ടിയെന്ന് വരുന്നില്ലേ, അത് മർക്കൂമായിക്കൊണ്ട് തന്നെ. അത് അല്ലാഹു തആല തൻസീഹിനെതിരല്ല. അപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വഹി അറിയിച്ചു, അതിൻ്റെ ലഫ്ള് ജിബ്രീൽ ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞൊരു ഖൗലിനെ തള്ളിക്കളപ്പു. എന്തുകൊണ്ട്? ലഫ്ളിൽ ഒരു ഹൽക്കിൻ്റെ വാസിത്ത ഉണ്ട് എന്ന് വന്നേക്കുന്ന പറയുന്നു. അവിടെ പല ഖുർആൻ്റെ പല നെസ്സുകളും ഫീ ലൗഹിൻ മഹ്ഫൂദ് വഇന്നഹു കിതാബും മക്നൂൻ, അതുപോലെ ബി ഐദി സഫറത്തിൻ കിറാമിൻ ബററ, ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പകർത്തിയിട്ടാണ് എന്താക്കുന്നത്, കോപ്പി എടുത്തിട്ട് അന്നത്തെ അവസരോചിതമായി 23 കൊല്ലങ്ങളെ കൊണ്ട് ഇറക്കി കൊടുക്കുന്നു. പക്ഷേ ഇതൊക്കെ ശേഖരിച്ചാൽ അവിടെ മുസാഫുണ്ട്. ആ മുസാഫിന് ഒത്തുകൊണ്ടാണ് എന്താക്കിയത് ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു തയ്യാറാക്കുമുണ്ടാക്കിയ മുസാഫും. ഇതുമ്പോൾ നോക്കിയാൽ തർത്തീബിൽ ഫസ്റ്റ് ഫാത്തിഹ സൂറത്തായിരിക്കും, രണ്ടാമത് അൽബഖറ ആയിരിക്കും, മൂന്നാമത്തെ തങ്ങൾ കൽപ്പിച്ചിട്ടില്ല അപ്രകാരം തർത്തീബാക്കുന്നത്. ഇന്ന ആയത്ത് ഇന്നതിന് ശേഷം വെക്കുക എന്ന് പറഞ്ഞു കൊടുത്ത് അതിലെന്തില്ല, തങ്ങളുടെ തഅബ്ബുദി അല്ലാത്ത വേറൊന്നും ഇനി പറയാനില്ല, ഇജ്തിഹാദ് നടന്നിട്ടില്ല. എന്നിട്ടാണ് ലാ യമസ്സുഹു ഇല്ലൽ മുത്തഹ്ഹറൂൻ, മുത്തഹ്ഹരീങ്ങളായ മലായിക്കത്തല്ലാത്ത അവിടെ തൊടൂല എന്ന് പറഞ്ഞു. ഇന്നലെ ഇബ്നു കസീർ നമ്മൾ വായിച്ചു. എന്നിട്ട് പറഞ്ഞു അതേ ഹുക്മ് ഭൂമി ലോകത്തുണ്ടാക്കി. ഖുർആനിൻ്റെ എഴുതപ്പെട്ട പലക ഒന്നുമില്ലാണ്ട് തൊടാൻ പാടില്ല എന്ന ഹുക്ം അതിൽ നിന്ന് പിടിച്ചാൽ അവിടെ തൊടുന്നില്ല, ഇവിടെയും തൊടാൻ പാടില്ല. അപ്പോൾ മൽഫൂദിൻ്റെ വരുമ്പോഴുള്ള ഹുക്മ് വേറെയാണ്, റഖമിയായി വരുമ്പോഴുള്ള ഹുക്മ് വേറെയാണ്. എന്താ? മൽഫൂദായി വരുന്ന അവസരത്തിൽ ജനാബത്തുകാരന് ഓതാൻ പാടില്ല എന്നുള്ള ഹുക്മ് വരും. വെറും സിഫത്തായി കിടക്കുന്ന അവസരത്തിൽ ഓതലോ ടച്ചിങ്ങോ തൊടലോ ഒന്നും നടക്കില്ല, തസവ്വുറയാവൂലല്ലോ. അവിടത്തേക്ക് ഈ പറയപ്പെട്ട ഹുക്കം ഇല്ല. ജനാബത്തുകാരൻ ഓതാൻ പാടില്ല. അപ്പം ലഫ്ലിയയിലേക്ക് നോക്കിയിട്ടാണ് അല്ലേ. ഒന്നുമില്ലാണ്ട് തൊടാനോ പൊക്കാനോ പാടില്ല. എടുത്ത ലഫ്ലിയ എങ്ങനെ തൊടലി? റഖമി. അത് മറ്റുള്ളതിനേക്കാൾ പൊന്തിച്ച് വെക്കണം, അതിലേക്ക് കാല് നീട്ടാൻ പാടില്ല, ഹുക്മ മാറി. വൈദാ ഖുറിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു എന്ന് പറഞ്ഞപ്പോൾ ലഫ്ലി ഇസ്തിമാ അതിനോടല്ലേ ബന്ധിക്കുള്ളൂ. അപ്പോൾ ഒരു സ്റ്റേജിന് എന്തല്ല ഈ പറയപ്പെട്ട ഹുക്കുമുകൾ ഒന്നും പറയാൻ പറ്റൂല. ഒന്നിൽ ലംസ്, മറ്റതിൽ ഇസ്തിമാ മുതലായവ ഉണ്ടാകും. അത്രത്തോളം മനസ്സിലായല്ലോ. അപ്പം ബുർദയിൽ കാണാം ആയാതു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹദ്ദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിദമീൻ. അവിടെ പരസ്പര വൈരുദ്ധ്യം പറഞ്ഞിട്ടുണ്ടോ? ആയാത്തു ഹക്കിൻ
മിനർ റഹ്മാൻ, റഹ്മാൻ്റെ വക്കൽ നിന്നുള്ള ആയാത്തു ഹക്കാണ് ഇത് എന്ന് ഖുർആനെ പറ്റി പറഞ്ഞ് അതിൻ്റെ ഖബറാണിത്. മുഹദ്ദസത്തും ഖദീമത്തും. മുഹദ്ദസത്ത് എന്ന് പറയുമ്പോൾ ഖദീമാവൂല, ഖദീം എന്ന് പറഞ്ഞാൽ മുഹദ്ദസത്താവൂലല്ലോ. വൈരുദ്ധ്യം എങ്ങനെ? മുഹദ്ദസത്തുൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാവുന്ന രീതിയിൽ അത് മൽഫൂലാകുന്ന അവസരത്തിൽ, അതിലേക്കാണ് ഇസ്തിമായ ഗുണം എന്ന് പറഞ്ഞത് അല്ലേ. അതുപോലെ തന്നെ എഴുതപ്പെട്ട പേജ്, കടലാസ്, മഷി, പേന, എഴുതിയ കൈ മുതലായവയിലേക്ക് ചേർത്ത് നോക്കിയാൽ റക്കമ എല്ലാം എന്താണ്? ഹാദിസാണ്. അപ്പോൾ മുഹദ്ദസത്തുൻ. അതേ അവസരത്തിൽ ഖദീമത്തുൻ മിൻ ഹൈസു ഇന്നഹു സിഫത്തു, ദാത്തിൽ നിൽക്കുന്ന സിഫത്ത് എന്നുള്ള നിലക്ക് ഖദീമുമാണ്. വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് മലക്കൽകൾ തഹാറത്ത് മുത്തഹറൂൻ എന്ന് പറഞ്ഞാൽ അവർക്ക് ഫീനഫ്സിൽ തന്നെ തഹാറത്താണല്ലോ. അപ്പോൾ മുത്തഹരീങ്ങളായ മലായിക്കത്ത്, അതുകൊണ്ടാണ് അവിടെ അവർക്ക് പ്രത്യേക വുളു പറയപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താകണം? നമുക്കുള്ള വുളു, അതുപോലെ നജാസത്തിനെ തൊട്ടുള്ള വൃത്തി, മറ്റുള്ള ലാഹിറായ സാധനം തന്നെ താഹിറാണെങ്കിലും തന്നെ അത് മുസ്തഖദറാണെങ്കിൽ നക്കീരി തേക്കലുണ്ടല്ലോ, അതൊന്നും പറ്റൂലല്ലോ. അത് ഫിഖിൻ്റെ അടിസ്ഥാനത്തിലോ അതാ. കാരണം തലഫുദേ ആടെ ഹറാമുള്ളൂ. അങ്ങനെ കണ്ണും ചെയ്യുമ്പറ്റി ഇങ്ങനെ ഓതൊന്ന് കണ്ണീമൊന്നും എന്തിനാണ് ഹദീസ് നഫ്സാകാൻ വേണ്ടി കണ്ണീമണമെന്നില്ല. പക്ഷെ പുതിയ വരാതിരിക്കാൻ ഇതിവിടെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെങ്കിൽ ഇത് നമ്മൾ ഈ ജനൽ വാതിലടച്ചില്ല, വിറയിൻ്റെ ശബ്ദം കേൾക്കാതിരിക്കുകയാണ്. ആ അപ്പോൾ സിഫത്തുൽ മൗസൂഫ് ബിൽ ഖിദമി, അപ്പോൾ അവൻ രണ്ട് എത്തിപ്പാറുണ്ട് എന്നർത്ഥം. അപ്പോൾ ഇപ്പോൾ ഏകദേശം എല്ലാം അങ്ങനെ മനസ്സിലാക്കിയല്ലോ. ഇനി അള്ളാഹു സുബ്ഹാനഹു വ തആല ഇനി കലാമിനെ പറ്റി ഇനി ഇസ്കാലം തീരാൻ വേറെ വഴിയുണ്ടാവില്ല. അപ്പോൾ അവിടെ തെറ്റുപറ്റുന്നറിയോ? സംസാരിക്കലിന് എന്നെന്താക്കി മലയാളത്തിൽ അർത്ഥം വെച്ചപ്പോൾ നമ്മളെ മനസ്സ് മുഴുവൻ അടുത്തേക്ക് പോയി ഈ ലഫ്ദിയായ കലാമിലേക്ക് പോയിട്ട് ചറവറേ പറയൽ എന്ന അർത്ഥത്തിലേക്ക് എത്തിപ്പോയി, വാമൊഴിയിലേക്ക് മറിഞ്ഞു. ഇനി നോക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഖദീമായ കലാമു മുഖേന അവൻ്റെ അമ്പിയാക്കൾക്ക് ഇത് എത്തിച്ചു കൊടുത്തിട്ട് നമ്മളെ ഭൂമിയിലേക്ക് ഇങ്ങനെ അമ്പിയാക്കളിൽ കൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിനിടക്കൊന്ന് ഈ അഖീദ കിതാബിൽ ചർച്ച ചെയ്യുന്ന കലാം ഏതായിരിക്കും? ദാത്തിൽ നിൽക്കുന്ന ഖദീമായ സിഫത്തിനെ കുറിച്ചായിരിക്കും. അവിടെയാണ് എന്താക്കിയത്? ഹറഫില്ല, സൗത്തില്ല, അതില്ല, ഇതില്ല എന്ന് പറഞ്ഞു. ഇതേ കലാമ് ഫിഖിലേക്ക് കയറി വരുമ്പോൾ ജനാബത്തുകാരൻ ഓതാൻ പാടില്ല അല്ലേ? ഒന്നുമില്ലാത്ത ആൾ തൊടാൻ പാടില്ല എന്ന് പറഞ്ഞത് ഒന്ന് മൽഫൂദിലേക്ക്, ഒന്ന് മർഫൂമിലേക്ക് അല്ലേ? ഉസൂൽ ഫിഖിലേക്ക് എത്തുമ്പോൾ കിതാബ്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നുണ്ടുമ്പോൾ കിതാബിൻ്റെ അവിടെ എന്തെണ്ണു? കലാമുല്ലാഹിൽ മുനസ്സലു അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കി കൊടുത്തപ്പെട്ട ആ കലാമ്. ആ കലാം ഏതാന്ന് ലഫ്ലി. എന്നിട്ടാണ് ഇന്ന കലിമത്ത് പറഞ്ഞാൽ ഇത് ആമാണോ ഖാസാണോ, ആമാണോ ഖാസാണോ എന്ന് പറയും. അല്ലെങ്കിൽ ലഫ്ദ് ആമാണെങ്കിലും ഖുസൂസ് ഉദ്ദേശിക്കപ്പെട്ടതാണോ, ആമും മുറാദു ബിൽ ഖുസൂസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആമായിട്ട് പറയും, പക്ഷേ ഏതോ ആളുകൾക്ക് സൂചന ഉണ്ടായി. ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അഅൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇന്നല്ലദീന കഫറൂ ലഫ്ദിൽ ആമ്മ അല്ലേ? അത് ആമായിട്ട് വെച്ചാൽ എന്താ പ്രശ്നം? തങ്ങളവർക്ക് ഇൻദാർ നടത്തിയാലും നടത്തിയിട്ടില്ലെങ്കിലും ഒരു വിശ്വസിക്കില്ല, എല്ലാം കണക്കന്നെ, ഒരിക്കലും നന്നാവില്ല. അങ്ങനെ പറയാൻ പറ്റുമോ? ആരും നന്നായിട്ടില്ലേ? അപ്പോൾ ഇന്നല്ലദീന കഫറു എന്ന് പറഞ്ഞ വ്യക്തിൻ്റെ പേര് പറയാതെ ആമാണെങ്കിലും ഖാസായ ചില വ്യക്തികളെ മുതാറും. എന്ത് ബയ്യനത്ത് കണ്ടാലും ഓരോ മറക്കട്ട മുഷ്ടിയും കിബറും കാരണത്താൽ ഒരു നേരിയാവില്ല എന്ന് പറഞ്ഞു. ആമ മുറാദ് ബിൽ ഖുസൂസ്. അപ്പോൾ ലഫ്ദ് ആമാണോ ഖാസാണോ, അത് ജിൻസിൽപ്പെട്ടതാണോ നൗഇൽപ്പെട്ടതാണോ? ഇനി ഖാസാണെങ്കിൽ എന്താണ്? ആമാണെങ്കിൽ മുഖസ്സിസ് ഉണ്ടോ, ഇന്നൊക്കെ ഹഖീഖത്താണോ മജാസാണോ എന്നൊക്കെ പ്രയോഗിക്കുന്ന എല്ലാ ലഫ്ദിയായ ചർച്ചകളാണ്. അവിടെയും പറഞ്ഞ് കലാമുല്ലാഹിൽ മുനസ്സലു എന്നാണ്. അപ്പോൾ 3 ഫന്നുകാർക്ക് 3 എത്തിബാറിൽ കൂടിയാണ് ഈ കലാമിനെ പറ്റി ചർച്ച. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമിന് ഹർഫില്ല, സൗത്തില്ല എന്ന് അഖീദയിൽ കേട്ടപ്പോൾ ഖുൽ ഹുവല്ലാഹു അഹദ് ഹർഫുണ്ട്, സൗത്തുണ്ട് എന്ന് ഇത്ര ആളും പറയാൻ പാടില്ല. സ്റ്റേജ് മാറി. അപ്പം അത് മനസ്സിലായല്ലോ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല
ഈ കലാമിന് എത്തിക്കാൻ വേണ്ടി എന്ത് ശൈലി പ്രയോഗിക്കുന്നു എന്നതാണ് നമുക്ക് ഇനി പരിശോധിക്കാനുള്ളത്. അതിന് ഖുർആനെ വ്യാഖ്യാനിക്കുന്ന തഫ്സീറല്ലാതെ വേറെ നമ്മളെ യുക്തി കൊണ്ടോ ഇജ്തിഹാദ് കൊണ്ടോ ഒന്നും നടക്കൂല. ആദ്യം തന്നെ ചിന്തിക്കാം. 389 പേജിലാണ്. ഇതാ ആദ്യമായിട്ട് സൂറത്തു ഷൂറയിലെ 52 നമ്പർ ആയത്ത്. ഖുർആനിൽ ഔഹൈന വഹയിന്ന് എത്രയോ പ്രയോഗിച്ചിട്ടുണ്ട്. ആ വഹയിൻ്റെ ശൈലി ഒരിടത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വലഖദ് ഔഹൈന ഊഹിയ ഇലൈക എന്നിങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ തവണ വഹയിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ശൈലി സൂറത്തു ഷൂറയിലെ 52 ആയത്ത്. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യാ ഔ മിൻ വറാഇ ഹിജാബ് ഔ യുർസില റസൂലൻ ഫയൂഹിയ ഇലൈഹി ബിഇദ്നിഹി മാ യശാ ഇന്നഹു അലിയ്യുൻ ഹകീം. ഇതാണ് അതിലെ ഏറ്റവും കൂടുതൽ വ്യക്തമായ കാര്യം. എപ്പോഴാണ് ഇത് സബബുൻ നുസൂലി? അന്നൽ യഹൂദ ഖാലത്തിൽ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ തുകല്ലിമുല്ലാഹ വ തൻദുറു ഇലൈഹി ഇൻ കുൻത നബിയ്യ കമാ കല്ലമഹു മൂസ വ നദറ ഇലൈഹി. ജൂതന്മാർ വന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞെന്താണ്? നിങ്ങൾ നബിയാണെന്നല്ലേ പറയുന്നത്? നബിയാണെങ്കിൽ അള്ളാഹുവിനെ കാണുകയും നേരിട്ട് സംസാരിക്കുകയും ചെയ്യണ്ടേ? അതെന്താ ഇവിടെ കാണാത്തത്? മൂസ നബിക്ക് അങ്ങനെ ഉണ്ടായല്ലോ എന്നാണ് ഇവർ തങ്ങളോട് ചോദിക്കുന്നത്. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ലം യൻദുറു മൂസ ഇലല്ലാഹ്. മൂസ നബി അള്ളാഹനെ ഈ ഭൂമിയിൽ വെച്ച് കണ്ടിട്ടില്ല. സംസാരം പരലോകത്ത് കാണോ ഇല്ലയോ എന്നല്ല നമ്മുടെ ചർച്ച. ഈ ലോകത്ത് ഹയാത്തോട് കൂടി എന്താകൂല, ഈ ബാഹ്യ നേത്രം കൊണ്ട് അള്ളാഹുവിനെ കാണുന്നത്. ഇത് മഹസൂസ് കാണാൻ വേണ്ടിയുള്ള കണ്ണാണ്, ഖദീമിനെ കാണാനുള്ള കണ്ണല്ല. ഈ കണ്ണുകൊണ്ട് കാണും. ഇത് വാദമ പിഴവ് അതല്ലേ? ആ നിലക്ക് മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നേരിട്ട് കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജൂതന്മാർ ആ വാദത്തിനെ ഖണ്ഡിച്ച്, കലാമിനെ ഖണ്ഡിച്ചിട്ടില്ല അല്ലേ? ഈ 3 ശൈലിയിലും എന്തില്ല? കാണലില്ല. നോക്കിയട്ടെ. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹുല്ലാഹു ഇല്ലാ വഹ്യാ. റുഅ്യത്തുണ്ടോ? ഇല്ല. ഔ മിൻ വറാഇ ഹിജാബ്. കാണലിനെ തൊട്ട് തടയുന്ന ഹിജാബ് ആര ഭാഗത്ത്? നമ്മളെ ഭാഗത്ത്. ആ യുർസില റസൂലൻ ഫയൂഹിയ ഇലൈഹി ബിഇദ്നിഹി മാ യശാ. കേട്ടാ? അപ്പോൾ ഇവിടെ 3 തരീഖാണ് ഇവിടെ ആദ്യം പറഞ്ഞിരിക്കുന്നത്. 4ാമത്തെ തരീഖ് ഇവിടെ പറഞ്ഞിട്ടില്ല. എന്തായത്? ഒന്ന് ഇല്ലാ വഹയ്യൻ, ഒന്ന് വഹയ്യൻ്റെ രീതിയിൽ. അതായത് ഒരു ബഷറിനും അവിടെ വമാക്കാൻ അലി ബഷറിൻ എന്ന് പറഞ്ഞ ബഷറിൻ്റെ വിഷയത്തിലാണ് ചർച്ച. മലായിക്കത്തിലേക്ക് അള്ളാഹിൻ്റെ കലാം എങ്ങനെയാണെന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. അത് വേറെ ചർച്ച ചെയ്യണം. ബഷറിൻ്റെ വിഷയത്തിലാണ് ചർച്ച. ഇല്ലാ വഹയ്യൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ. ഇതാണ് 3 തരീഖ്. 3ൽ ഹസറാക്കി. ഈ 3ൽ പരിമിതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ പൊതുവെയുള്ള കാര്യമാണ്. ഇത് മറ്റുള്ള അംബിയാ മുർസലീങ്ങളെല്ലാം കൂടെ കൂട്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുസൂസിയത്തായിക്കൊണ്ട് 4ാമത്തെ ഒരു തരീഖുണ്ടെന്ന് വജമഅല്ലാഹു ബൈന റുഅ്യതിഹി വ കലാമിഹി. റുഅ്യത്തും ഉണ്ടായിട്ടുണ്ട്, കലാമുണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി മൂപ്പറ പറഞ്ഞു വല്ലദീ അലൈഹി ജുംഹൂറുൽ മുഹഖിഖീങ്ങളായ ആലിമീങ്ങളിൽ ഭൂരിപക്ഷവും അന്ന നബിയന അലൈഹി സ്വലാത്തു വസ്സലാം റഅ റബ്ബഹു ലൈലത്തുൽ മിഅ്റാജ് വകല്ലമഹു മുശാഫഹതൻ. കേട്ടോ? റബ്ബിനെ കണ്ടിട്ടുണ്ട് മിഅ്റാജിൻ്റെ രാത്രി. എപ്പോഴും അല്ല, പക്ഷെ ഒരിക്കലുണ്ടായാലും അത് അനുഭവത്തിന് മതിയല്ലോ. അതും മിഅ്റാജിൻ്റെ രാത്രി. പിന്നെ മുശാഫഹത്തനായിക്കൊണ്ട് വാസിത്ത ഇല്ലാതെ കണ്ടും ഹിജാബില്ലാതെ കണ്ടും നേരിട്ട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സംസാരം ഏത്? ഖദീമായ കലാമിനെ കേൾക്കലാണ്. ആ ഖദീമായ കലാമിൽ നിന്ന് കാര്യം ഉൾക്കൊള്ളാനുള്ള കഴിവായിരിക്കേണ്ട തങ്ങൾക്കുണ്ട്. മനസ്സിലായില്ല? അപ്പോൾ തങ്ങളെ സംബന്ധിച്ച് 4, മറ്റ് 3. 3 അത് മനസ്സിലായ? ഇവിടെ എന്താ പറയുന്നത്? അൻ യുകല്ലിമഹുല്ലാഹു ബി വജ്ഹിൻ മിനൽ വുജൂഹ്. ശേഷം പറയാവുന്ന 3 മാർഗങ്ങളുണ്ടല്ലോ,
അതിലല്ലാത്ത വേറെന്തെങ്കിലും വജഹിൽ കൂടി സംസാരിക്കുക എന്നുള്ളത് ഇല്ല. ഇല്ല വഹ്യൻ, കേട്ടോ, വഹ്യായിക്കൊണ്ടല്ലാതെ. ഇതിൽ തന്നെ ഈ മൂന്നിനത്തിൽ തന്നെ ഓരോ വകഭേദങ്ങളുണ്ടാകും. ഒന്നാമത്തേൽ ഇത്ര, രണ്ടാമത്തേൽ ഇത്ര, മൂന്നാമത്തേൽ ഇത്ര. ഒന്നാമത്തേതാ വഹ്യൻ, അതിൽ വാസിത്തയില്ല. ഔ മിൻ വറാ ഹിജാബിൻ്റെ ഇടയിൽ വാസിത്തയില്ല. ഔ യുർസില റസൂലന്നെ എന്ന് പറയുമ്പോൾ റസൂൽ ആരായിരിക്കും? മിക്കവാറും ജിബ്രീൽ അലൈഹിസ്സലാമാണ്. പ്രത്യേക കാര്യത്തിൽ മറ്റു മലായിക്കത്തും വരാറുണ്ട്. അത് പറയാം. സാധാരണ വഹ്യ് എപ്പോഴും അറിയിക്കാൻ ഗാലിബിലും ആരാണ്ടായാലും ജിബ്രീൽ അലൈഹിസ്സലാം. മറ്റുള്ള അവസരത്തിൽ വേറെ മലായിക്കത്തും സംസാരിച്ച സമയമുണ്ട്. അതെ, അത് തന്നെ. അപ്പോൾ റസൂൽ എന്ന് പറയുമ്പോൾ മുഖറബായ ഏതെങ്കിലും മലായിക്കത്ത്, അത് ഭൂരിപക്ഷവും ആര്? ജിബ്രീൽ. അതിലെന്താ ജിബ്രീൽ വാസിത്തുണ്ട്. അപ്പോൾ ഈ മൂന്ന് ശൈലിയിൽ ഒരു വാസിത്ത ഉള്ളതും രണ്ടെണ്ണം വാസിത്ത ഇല്ലാത്തതും എന്ന് മനസ്സിലായി. ഏതാ? മൂന്നാമത്തേൽ വാസിത്ത ഉണ്ട്, ഒന്നിലും രണ്ടിലും വാസിത്ത ഇല്ല. അത് മനസ്സിലായില്ലേ? ഔ യുർസില റസൂലൻ. അപ്പോൾ ഓരോന്നിലുണ്ടെന്നും പറയാം. കൗലിഹി അലൈഹിസ്സലാത്തു വസ്സലാം ഉൽഖിയ ഫീ റൂഇ എന്ന് പറയും. ഉൽഖിയ ഫീ റൂഇ, റൂഹ അകല്ല, അയിന്, കൽബിൻ്റെ ഉള്ളിലേക്ക് അയിന്. അതാണ് തങ്ങൾ പറഞ്ഞത്. ചില ആശയങ്ങൾ എൻ്റെ കൽബിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് തരപ്പെട്ടതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരാശയമുണ്ട്. അത് നമുക്ക് ഇതാ കമാ ജാഅ ഫീ സഹീഹ് ഇബ്നു ഹിബ്ബാൻ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വാസിത്ത ഉള്ള രൂപത്തിലാണ് മൂപ്പർ ഹദീസ് കൊടുത്തത്. എന്തുകൊണ്ട്? ഇന്ന റൂഹൽ ഖുദ്സി നഫസ ഫീ റൂഇ. അപ്പോൾ റൂഹൽ ഖുദ്സ് എന്ന് പറയുമ്പോൾ മൂന്നാം ശൈലിയാണ് വന്നിരിക്കുന്നത്, വാസിത്തയോട് കൂടിയുള്ളത്. വാസിത്ത ഇല്ലാണ്ടാണ് അവിടെ പറഞ്ഞത്. അപ്പോൾ രണ്ടുണ്ടാവാം. എന്താണ് ആ ആശയം? അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ തസ്തക്മില റിസ്ഖഹ വഅജലഹ. അതാണ് ഒരാശയം. ഏതൊരു നഫ്സാവട്ടെ അതിന് നിശ്ചയിക്കപ്പെട്ട ആയുസ്, എത്ര കാലം ഇവിടെ ജീവിക്കണം, അതിന് എത്ര ഭക്ഷണം, എത്ര വെള്ളം, എത്ര വായു, അതൊക്കെ റിസ്കിൽപ്പെട്ട് അത് മുഴുവനും പൂർത്തിയാക്കാതെ കണ്ട് ഒരൊറ്റ നഫ്സും ഇവിടുന്ന് പോകില്ല. അപ്പോൾ അവൻ്റെ റിസ്ക് ബാക്കി വെച്ചിട്ട് കഴിക്കാതെ കണ്ടെന്താക്കി ദുനിയാവിൽ നിന്ന് മരിച്ചു പിരിഞ്ഞു എന്ന് പറയുന്ന വാദം തെറ്റ്. അന്ന നഫ്സൻ ലൻ തമൂത ഹത്താ യസ്തക്മില റിസ്ഖഹ വഅജലഹ. അവന് കണക്കാക്കപ്പെട്ട റിസ്ക്കും അതിൻ്റെ അജലും പൂർത്തിയാക്കാതെ കണ്ട് ഒരൊറ്റ നഫ്സും ഇവിടെ വെച്ച് മരിച്ചു പിരിയൂല എന്ന് പറഞ്ഞു. അകാലം എന്നില്ല, അജലെത്താണ്ട് മരിക്കലുമില്ല. ആയസത്തതിന് മുമ്പ് മരിക്കുമെന്ന് പറയില്ലേ? ആ ജുലൂസാറാ മദ്ഹബാണ്. കണക്കെല്ലാം കുത്തി നോക്കിയിട്ട് ആയസത്തതിന് മുമ്പായിട്ട് മരിക്കും. താറ പൊന്തിക്കുന്നതിന് മുമ്പ് ഇരിക്കലാന്ന്. കാരണം ഓരോ കൈ പറയുന്ന ആളാണല്ലോ. നിങ്ങൾ ജുലൂസാറ വല്ലാണ്ട് ഭാരുന്നുണ്ട്, നിങ്ങൾ ജുലൂസിൻ്റെ ആളല്ലേ എന്ന്. ഈ പഴച്ച വാദങ്ങളുമായിട്ട് ജുലൂസ് നമുക്കില്ല. എന്നിട്ട് പറയുന്നു ഫത്തഖുല്ലാഹ വഅജ്മിലൂ ഫിത്തലബ്. അല്ലാഹു തആലാക്ക് നിങ്ങൾ തഖ്വ ചെയ്യണം. കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും. അവധി എത്തുന്നതിന് മുമ്പ് ഇരിക്കൂല. പിന്നെന്തിനാ പേടി? അന്നം മുടങ്ങുമെന്നല്ല പേടി. ഹത്താ തസ്തമില റിസ്ഖ. നിങ്ങൾ എവിടെ നിന്ന് എത്ര ഭക്ഷണം എന്ത് കഴിക്കണം എന്നുള്ളത് പൂർത്തിയാക്കാണ്ട് പോകില്ലെന്ന്. ചിലപ്പോൾ ബാക്കി വന്നെങ്കിൽ പോയിട്ട് വന്നിട്ട് കഴിക്കും. ഫത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹു തആലാക്ക് തഖ്വ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു വഅജ്മിലൂ ഫിത്തലബ്, നിങ്ങളെ റിസ്ക്കിൻ്റെ അസ്ബാബുകൾ തേടിപ്പിടിക്കുന്ന വിഷയത്തിൽ ഇജ്മാല് വേണം എന്ന് പറഞ്ഞു. എന്താ ഇജ്മാല്? ഒന്ന്, അത് ഹലാലോ ഹറാമോ എന്നുള്ളത് നമുക്ക് അനുവദിക്കപ്പെട്ടതാണോ, അതിൻ്റെ സാധനവും അതിൻ്റെ തരീക്കും. ഹലാലും തയ്യിബ് എന്നല്ല പറഞ്ഞു. സാധനം തയ്യിബാകണം, ഹലാലും മാർഗവും ശരിയാകണം. ചോറ് തയ്യിബാണ്, പക്ഷെ പിടിച്ചു പറിച്ചാലോ മാർഗം ശരിയല്ലാത്തത് കൊണ്ട് അത് ഹറാമായിപ്പോയി. സാധനം തയ്യിബാണ്. കള്ള് തയ്യിബല്ല, ഹബീസാണ്. അത് ഹലാൽ നല്ല മാർഗത്തിൽ കൂടി ചോര നീരാക്കി അധ്വാനിച്ചിട്ടാക്കിയാലും അത് തയ്യിബല്ലാത്തതുകൊണ്ട് പറ്റൂല.
അല്ലേ? ഹലാലും അപ്പം എന്താണ്? ആ സാധനം തയ്യിബായിരിക്കുകയും വേണം, അതിലേക്കുള്ള മാർഗം ശരിയായിരിക്കുകയും വേണം. ഇതാണ് അജ്മിലു ഫി തലബിൻ്റെ ഒന്ന്. രണ്ടാമത്തത്, നിങ്ങളുടെ ദീനിനോ ആരോഗ്യത്തിനോ അഭിമാനത്തിനോ ഈ തലബ് കൊണ്ട് കോട്ടം വരാതെ സൂക്ഷിക്കുകയും വേണം എന്നാണ്. തലബിന് പോയി നിസ്കരിക്കാനും നേരെയില്ല, നോമ്പാക്കാനും നേരെയില്ല. പിന്നെ നിസ്കരിക്കാണ്ടെന്തിനാ ഈ പണി? പൊടിയിറക്കാൻ പോകണം, ശ്രമിക്കാൻ ഇതുവരെ സമയം കിട്ടിയില്ല. അപ്പോൾ ദീനിന് കോട്ടം വന്ന് അല്ലേ? തിന്നിട്ടുമില്ല, കുടിച്ചിട്ടുമില്ല, മൂത്രയിച്ചിട്ടില്ല, നേരം വെളുത്ത് നട്ടപ്പാരൊക്കെ മൂത്രിക്കാൻ വിട്ടാൻ തുടങ്ങി, ഇത് മൂത്രിച്ചിട്ടില്ല. ആരോഗ്യത്തിനോ വഴി അല്ലെങ്കിലോ ആളെ കൊണ്ട് പറയിക്കുന്ന രീതിയിൽ കൊള്ളയടിച്ചിട്ടും പെറ്റിച്ചിട്ടും എന്താക്കി എന്നറിയാം, അഭിമാനത്തിന് കോട്ടം വരുന്നു. അപ്പോൾ നിങ്ങളുടെ തലബ് കൊണ്ടൊന്നുണ്ടാകാൻ പാടില്ല. ദീനിനോ അഭിമാനത്തിനോ ആരോഗ്യത്തിനോ കോട്ടം വരാത്ത രീതിയിലായിരിക്കണം നിങ്ങൾ തലബ് നടക്കേണ്ടത് എന്നായി. ഇതാണ് അജ്മിലു ഫി തലബിൻ്റെ 4 സൂറത്തുകൾ. ഒറ്റ വാക്കിൽ ഇപ്പോൾ തിരിയില്ലത്. തേടിക്കോ, തേട്ടത്തിന് കുഴപ്പമില്ല. അജ്മിലു ഫി തലബ് ഇത് എൻ്റെ മനസ്സിൽ ഒന്നിക്കൽ വാസത്തിയോടുകൂടി റൂഹുൽ ഖുദ്സാകുന്ന ജിബ്രീൽ എൻ്റെ മനസ്സിൽ ഇട്ട് തന്നതാണ് എന്ന് പറഞ്ഞു, മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ. അപ്പോൾ കിതാബ് വായിച്ചിട്ടല്ല, വേറെ ആൾ പറയുന്ന വാല് കേട്ടിട്ടൊന്നും പറഞ്ഞല്ല. ഇനി ജിബ്രീൽ വാസിത്ത ഇല്ലാത്തതാണ് ബഹ്റുൽ മദീദ് കൊടുത്ത ഉൽഖിയ ഫീ റൂഇ, എൻ്റെ കൽബിൽ ഇട്ട് തരപ്പെട്ടു എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഹദീസ് രണ്ടിനും ഉപയോഗിക്കപ്പെടാറുണ്ടെന്നായി. ഇനി അടുക്കട്ടെ, ഓരോന്നിലുള്ള വകഭേദങ്ങൾ പരിശോധിക്കണ്ടേ? ഇല്ലാ വഹ്യൻ എന്ന ഇനത്തിൽ എത്രയുണ്ടെന്ന് നോക്ക്. അതാ ജലാലൈനിയിൽ പറഞ്ഞത് ഫിൽ മനാമി ഔ ബിൽ ഇൽഹാമി. ഇവിടെ ഇല്ലാ വഹ്യൻ്റെ സ്ഥലത്താണ് പറഞ്ഞത് ഇല്ലാ യൂഹിയ ഇലൈഹി വഹ്യൻ. ഫിൽ മനാമി വഹ്യൻ ഖുർആൻ്റെ കലിമത്താന്ന്. ഫിൽ മനാമി ഔ ബിൽ ഇൽഹാമി, ഒന്നിക്കൽ മനാമിലാകും അല്ലെങ്കിൽ ഇൽഹാമ കൊണ്ടാകും. അപ്പം ലാഹിറിൽ ഉറക്കുണ്ടാകും ഇവിടെ മനാമിൽ. ഇൽഹാമിലാകണമെങ്കിൽ ഉറക്ക് വേണമെന്നില്ല, അതല്ലേ? ഫിൽ മനാമി. അപ്പോൾ ഫുറുയൽ അംബിയായി അലൈഹിമുസ്സലാത്തു വസ്സലാം ഹക്കുൻ, അംബിയ മുർസലീങ്ങൾ കാണുന്ന റുയ അത് ഹക്ക് തന്നെയാണ്. ഇമാം ബൂസരി തങ്ങൾ എന്താ പറഞ്ഞത്? ലാ തുൻകിരിൽ വഹ്യ മിൻ റുയാഹു ഇന്ന ലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാനി ലം യനമീൻ. തങ്ങളുടെ മനാമിൽ കൂടി ഉണ്ടാകുന്ന വഹയിനെ നീ തള്ളിക്കളയരുത്, നിഷേധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇന്നലഹു ഖൽബൻ ഇദാ നാമത്തിൽ ഐനാൻ, ബാഹ്യമായ 2 കണ്ണുകൾ ഉറങ്ങിയിട്ടുണ്ടെങ്കിലും കൽബ് ലം യനമി, കൽബ് ഉറങ്ങാറില്ല, കൽബ് സജീവമാണ്. ലാഹിറിൽ മാത്രമേ ഉറക്കുള്ളൂ. അപ്പോൾ കൽബിൻ്റെ ഗഫലത്തില്ല, അള്ളാഹിൻ്റെ ഹളറത്തിൽ തന്നെയാണ് ഉള്ളത്. എന്നിട്ട് പറഞ്ഞു ഫദാക ഹീന ബുലൂഗിൻ മിൻ നുബുവ്വതിഹി വലൈസ യുൻകറു ഫീഹി ഹാലു മുഹ്തലിമീൻ. മുസ്ലിം പറഞ്ഞത് അത് നുബുവ്വത്തോട് അടുത്ത സമയത്തായിരുന്നു. എപ്പോൾ? 6 മാസം മുമ്പ്. റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ, ജുമാദുൽ അവ്വൽ, ജുമാദുൽ ആഖിർ, റജബ്, ശഅബാൻ. റമദാൻ ആകുമ്പോഴേക്ക് ഇഖ്റ ബിസ്മിയായിട്ട് നേർക്ക് നേരെ വന്നു. അപ്പോൾ 6 മാസക്കാലം എന്തായിരുന്നു? മനാമിയാണ്. അതാണ് ആയിഷ ബീബി പറഞ്ഞ ലാ റുയ ഇല്ലാ ജാഅ മിസ്ല ഫലഖി സുബ്ഹി. സുബ്ഹ് നേരത്തൊരു കാര്യം തെളിഞ്ഞു വരുന്നത് പോലെ മനാമിൽ കണ്ട കാര്യം എന്താക്കും? അത് വ്യാഖ്യാനം പറഞ്ഞിട്ടോ അനുഭവം കൊണ്ടെന്താക്കും? അതങ്ങനെ തന്നെ പുലർന്നാത്ത ഒരൊറ്റ സ്വപ്നവും തങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. ഇനി സാലിഹായ മനാമ് നുബുവ്വത്തിൻ്റെ 46 ഘടകങ്ങളിൽ ഒന്നാണ് എന്ന് പറഞ്ഞൊരു ഹദീസുണ്ട്. അതിന് ഇമാം ബാജൂരി റളിയല്ലാഹു അൻഹു ഒരു വ്യാഖ്യാനം കൊടുത്ത എന്താണ്? വഹയ്യ് വന്നിരിക്കുന്ന കാലം എത്രയാണ്? 23 കൊല്ലം. 23 46 ആക്കണമെങ്കിൽ 6 മാസം 6 അരക്കൊല്ലം ആക്കിയാൽ എത്രയാവും? 46 അരക്കൊല്ലങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ 6 മാസം എടുത്താൽ 41/46 അഥവാ 6 മാസക്കാലം മനാമിലായിരുന്നു എന്ന് കിട്ടും. വേറെയും തകവീലുണ്ട്, അതിപ്പം പറയില്ല, അതൊത്തില്ലേ? അപ്പോൾ ഫത്ഹുൽ മുഈനിൽ കാണാൻ നിസ്കാരം ഫർളാക്കപ്പെട്ടു ബിഅസത്തിന് ശേഷം ഇത്ര കൊല്ലം കഴിഞ്ഞിട്ടെന്ന്. അപ്പോൾ താരീഖ് ഇപ്പോൾ റമദാൻ മുതൽ എണ്ണിയൊക്കെ എണ്ണോക്കുന്നില്ല. റമദാനിലല്ലേ? റമദാൻ മുതൽ പിടിച്ചാൽ 10 കൊല്ലവും 3 മാസം കൂട്ട്.
റമദാനിനോട് റമദാൻ 10 കൊല്ലം, ഷാബാൻ റമദാൻ കഴിഞ്ഞിട്ട് ഷവ്വാൽ ദുൽഹിജ്ജല്ലേ പിന്നെ വേണ്ടി ദുൽഹിജ്ജയിലെ നമസ്കാരം ഫർലാക്കിന് വഫറിലത്തെന്ന് പറഞ്ഞിട്ട് ഉടനെ ഉപ്പാനോട് ചോദിച്ചു, നീ എവിടുന്നാ കൂട്ടിയടോ? റമദാന് റബീഉൽ അവ്വൽ വെച്ച് കൂട്ടുന്നു. അപ്പം റബീഉൽ അവ്വലോട് റബീഉൽ അവ്വൽ 10 കൊല്ലം, റബീഉൽ ആഖിർ ജമാദുൽ അവ്വൽ ജമാദുൽ ആഖിർ റജബ് ഇസ്റാ മിഅ്റാജിൻ്റെ നമസ്കാരം ഫർലാക്കി ഒത്തോണം. അപ്പോൾ എവിടുന്ന് കൂട്ടണം? റബീഉൽ അവ്വൽ മുതൽ കൂട്ടണം. അത് നിഷേധിക്കാൻ പാടില്ല എന്നാണ് ഇമാം ബൂസരി തങ്ങൾ പറഞ്ഞത്. ആ റുഇയ സാലിഹ 6 മാസത്തത് ഇതിൽ വരെ കൂട്ടണം. അതാ എന്താണ്? ബദാലിക്കൽ ഇമാ വകഅലിൽ ഖലീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സംഭവിച്ചെന്താ? ഹീന ഉമിറ ബിദബിഹി വലദിഹി, വലദിനെ അറുക്കണമെന്നുള്ള കൽപ്പന വന്നത് എന്താണ്? ഫിൽ മനാം, മനാമിലാണ്. ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക, മനാമിൽ ഞാൻ കാണുന്നു നിന്നെ ഞാൻ അറുക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാം അതിന് തഹ്ബീലും കൊടുത്തില്ല, അറുക്കൽ തന്നെയാണെന്ന് നേർക്ക് നേരം കണ്ട് അർത്ഥം വെക്കുകയും ചെയ്തു, അതിന് കൽപ്പനയായി കണക്കാക്കുകയും ചെയ്തു. എന്നിട്ട് മകനോട് പറഞ്ഞു അല്ലേ, ഇങ്ങനത്തെ അഭിപ്രായം എന്താണ്? ഇന്നി അത് ബഹുക്ക ഫന്ദുർ മാതാത്തറ, അർക്കപ്പെടുന്ന വിഷയത്തിൽ ഇതിൻ്റെ അഭിപ്രായം എന്താണ്? ഖാല യാ അബതി ഫഅൽ മാ തുഉമറു, കൽപ്പിക്കപ്പെട്ട കാര്യം പ്രാവർത്തികമാക്കിക്കൊള്ളണം. അപ്പോൾ ഉപ്പാക്ക് അമ്ര കിട്ടിയെന്ന് ആര് വ്യാഖ്യാനിച്ചു? ഇസ്മായിൽ അലൈഹിസ്സലാം അർത്ഥം വെക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാളും മനാമിൽ അംഗീകരിച്ചിട്ടുണ്ട്. ഇനിയോ അറക്കാനല്ലോ ഒരുങ്ങിയ പരിപാടി ആക്കുമ്പോൾ ഇബ്രാഹിം ഖദ് സദ്ദഖത റുഇയാ, റുഇയാനെ നിങ്ങൾ തസ്ദീഖാക്കിയിരിക്കുന്നു എന്ന് അല്ലാഹു തആല അതിൻ്റെ നിദാവ് വന്നതും. റുഇയ ഇതാണ് മനാം. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി ഹീന റആ അന്നഹു യദ്ഖുലു മക്ക ലഖദ് സദഖല്ലാഹു റസൂലഹു റുഇയാ ബിൽ ഹഖ് ലതദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാമ ഇൻഷാ അല്ലാഹ് ആമിനീന മുഹല്ലിഖീന റൂസകും വമുഖസ്സിരീന ലാ തഖാഫൂൻ. ഹറമിൻ്റെ ഭാഗത്തെ പോകാൻ പറ്റാത്ത രീതിയിൽ ഉപരോധം സൃഷ്ടിച്ചിട്ടാണ് ഉള്ളത് അല്ലേ? ആ കോലത്തിൽ നിൽക്കുമ്പോഴാണ് മനാമ് കാണുന്നത്. എല്ലാവരും നിർഭയരായിക്കൊണ്ടിട്ട് മസ്ജിദുൽ ഹറാമിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അതിൽ മുടി കളഞ്ഞവരുണ്ട്, മുടി കത്തിരിച്ചവരുമുണ്ട്. നിർഭയമായി കയറിയെന്ന് മനാമ് കണ്ടു. പക്ഷെ അക്കൊല്ലം പുലരണമെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ടാണല്ലോ എല്ലാവർക്കും കാബ കാണാനുള്ള അത്യാശ കൊണ്ടെന്നാൽ പിന്നെ ഉംറക്ക് ഒരുങ്ങിക്കളയാന്ന് പറഞ്ഞതും പിന്നീട് ഹുദൈബിയയിൽ വെച്ച് തടഞ്ഞതും. അപ്പോൾ തങ്ങളല്ലേ കാണും. ആ തങ്ങൾ ചോദിച്ചല്ലോ, ഇക്കൊല്ലം പോകണമെന്ന് കയറുമെന്ന് മനാമിലില്ലല്ലോ, സമയം പറഞ്ഞിട്ടില്ല. പക്ഷേ നമ്മളെ താല്പര്യവും ഷൗക്കും കൊണ്ട് എത്രയും പെട്ടെന്നായിന്ന് മാത്രം അതിന് തങ്ങൾ അംഗീകാരം കൊടുത്തു. പക്ഷേ അംഗീകാരം കൊടുത്തെങ്കിലേ ഹുദൈബിയ സന്ധിയും അതിനകത്തൊന്നുള്ള മറ്റ് അസ്റാറുകളും നടക്കുകയുള്ളൂ. ഹുദൈബിയ സന്ധിൻ്റെ പിന്നിൽ എന്തെല്ലാം കാര്യം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ആവട്ടെ, റുഇയ ഇതാണ് ഏത് ഇല്ലാ വഹയൻ എന്ന് പറഞ്ഞതിൻ്റെ ഒരു കോലം. ഔബിൽ ഇൽഹാമി എന്ന് പറഞ്ഞല്ലോ. ഇൽഹാം എന്ന് പറഞ്ഞാൽ കൂടുതൽ ചിന്തിക്കൊന്നും ചെയ്യാതെ രൂപത്തിൽ മനസ്സിനെ കിടക്കലാണ്. ചിലപ്പോൾ എന്താക്കും, മുഖദ്ദിമാത്ത് ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കൂട്ടി വായിച്ചാൽ എന്താക്കും, ചില പോയിന്റിലേക്ക് എത്തും. അത് തഫക്കുറ് കൊണ്ട് കിട്ടുന്നതാവാം, അല്ലെങ്കിലോ ഫറാസത്ത് കൊണ്ട് കിട്ടുന്നതാവാം. ഈ ഇൽഹാമിൽ എന്തുണ്ടാകും? അതിന് മുഖദ്ദിമാത്ത് ഉണ്ടാവില്ല. അത് മനസ്സിലാകുന്നുണ്ടോ? ഇൽക്കായ് ഫിൽ ഖുലൂബിഹിം ബിലാ വാസിത്തത്തി മലക്കിൻ, ഇൽഹാമിന് എന്തുണ്ടാവില്ല? മലക്കിൻ്റെ വാസിത്ത ഇല്ലാത്ത നമ്മൾ ചർച്ച ചെയ്യുന്നത്. വഖദ് യഖഉൽ ഇൽഹാമുൽ ഗൈരിൽ അംബിയാ, അംബിയാക്കളല്ലാത്തവർക്കും ഇൽഹാം ഉണ്ടാകാം. അതേപോലെ കൽ ഔലിയാ, ഔലിയാക്കളെ പോലെ. അപ്പോൾ വഖദ് അതാക ഖിതാബുല്ലാഹി മുസ്തമിആ എന്ന് പറഞ്ഞ അതേതാണ്? ഇൽഹാമാണ്. അതിന് വഹി എന്ന് പറയുക കാരണം ബിലായത്തിലുള്ളത്. അപ്പോൾ ഞങ്ങൾക്ക് ഇബാറത്തൊന്ന് മാറ്റി. അവർക്ക് കൊടുക്കുന്ന പദവിക്ക് നുബുവത്താണെങ്കിൽ ഇവിടെ വിലായത്ത്, അവർക്ക് കൊടുക്കുന്ന ഖബാരിക്കുല്ലാദത്തിനാണെങ്കിൽ മോജിസത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ കറാമത്ത്, അവർക്ക് വഹയ്യ എന്ന് പറയുമ്പോൾ ഇവിടെ ഇൽഹാമ് അല്ലേ? അവർക്ക് ഇസ്മത്ത് കൊടുക്കുമ്പോൾ ഇവിടെ ഹിഫ്ള്. ഒരു പണിയങ്ങ് താത്തിട്ട് പറഞ്ഞതേ ഉള്ളൂ, സംഗതി മായനയിലൊന്നാണ്. അത് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ.
അതിനെന്താക്കും അപ്പുറം തബ്ലീഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാജിബായ തബ്ലീഗ് ഇവിടെ അംറും ബിൽ മഅറൂഫ് നഹ്യുൻ അനിൽ മുൻകറിന് മസ്ജിദിൽ തെറ്റും. ഇവർ തെറ്റ് കണ്ടിട്ട് മൗനം തെറ്റിച്ച് മൗനാനുവാദം കൊടുക്കും എന്നർത്ഥം അല്ല. അങ്ങനെ ചെറിയ വ്യത്യാസം. എന്തുകൊണ്ടാണെന്നറിയോ? ഗൈറ അന്ന ഇൽഹാമൽ ഔലിയാ ഇലാ മാനി മിൻ ഇഖ്തിലാത്തി ശൈത്വാനി ബിഹി ലിഅന്നഹും ഗൈറു മഅസൂമീൻ. ഒരു വ്യത്യാസം അവിടെ കിടക്കുന്നത് അവർ മഅസൂമീങ്ങളല്ലാത്തത് കൊണ്ട് അല്ലേ, ശൈത്വാൻ്റെ എന്തെങ്കിലും ഇഖ്തിലാത്ത് ഉണ്ടാവാം എന്നുള്ള ഒരു കാര്യമുണ്ടെന്ന് മാത്രം. അത് തന്നെ ഇവിടെ അർബാബു തംകീനായ ഔലിയാക്കളെ പറ്റിയല്ല. അവിടെ അവർ ആരാധ മഹഫൂലിങ്ങളാണ്. ഔലിയ എന്നുള്ള അമ്മല്ലേ, വിലാത്ത് സുഹറി ഉണ്ടാവാമല്ലോ. ബിഖിലാഫിൽ അംബിയായി ഫയിൽഹാമുഹും മഹഫൂളും മിന്നു. ശൈത്താൻ്റെ പ്രേരണയെ തൊട്ടിട്ട് കാവലാക്കപ്പെട്ടവരാണ്. എന്തെങ്കിലും കടന്നു വരുമ്പം തന്നെ ഇതിലൊന്നും കുത്തിച്ചേർത്താൻ നോക്കും. അന്നാണല്ലോ ജിബ്രീൽ അലൈഹിസ്സലാം വഹയും കൊണ്ട് വരുമ്പോൾ എത്രായിരം മലായിക്കത്തിന് അകമ്പടിയോടുകൂടിയാണ്, ബോഡി ഗാർഡോടുകൂടിയാണ് വരുന്നത്. ഇതിലെന്തെങ്കിലും മായം ചേർത്തൊക്കെ ഉണ്ടാകുന്ന വെച്ചിട്ട് തന്നെ സംരക്ഷിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എന്തെങ്കിലും ജിബ്രീൽ വഹയായിട്ട് വരുമ്പോഴേക്ക് എത്രായിരം മലായിക്കത്തോടെ കൂടെ അകമ്പടി സേവിച്ച് പ്രൊട്ടക്ഷനായിട്ട് ആ കൊണ്ടുവരുന്ന വാചകത്തിൽ ഒരു കെലിമത്ത് പോലും കടന്നു പോകരുത് എന്ന് വ്യക്തം കൊണ്ടാണ്. ഒരു സ്ഥലത്തുണ്ടല്ലോ ഇതാ അൽക്കാ എന്താന്ന് ഇതാ അൽക്കാ ഫി ഉംനിയത്തിഹി അൽക്ക ശൈത്താന ഫി ഉംനിയത്തിഹി എന്ന് പറഞ്ഞില്ലേ. ശൈത്താൻ എന്താക്കും? ഇതിലെന്തെങ്കിലും മായം ചേർക്കാൻ വേണ്ടി ശ്രമം നടത്തും. പക്ഷേ ഫൻസഖുല്ലാഹുമായി ഉൽഖി ശൈത്താൻ ഫഹ്കുമുല്ലാഹി ആയാത്തി. അള്ളാഹുവിൻ്റെ ആയാത്തിനെ നിലർത്തുകയും ശൈത്താന്മാർ തടുക്കുകയും ചെയ്യുന്നുവെന്ന് കണ്ടാണ്. അല്ലാണ്ട് അവർ കടത്തിക്കൂട്ടിയിട്ട് രണ്ടും കൂടി മിക്സഡായിട്ട് മായം ചേർത്തിട്ടാണ് ഇവിടെ വരുന്നതെന്നല്ല. അങ്ങനെ ഖുർആൻ തുറവയാക്കാനും ചെയ്തവരുണ്ട്. അതിന് ശിഫായിൽ കണിശമായ മറുപടിയും കൊടുത്തു. ഇദാ തമന്ന അൽക ശൈത്താന ഫി ഉംനിയത്തിഹി. ഓ ശൈത്താൻ എന്താക്കി അതിൽ മായം ചേർക്കാനില്ലാന്ന്. ചേർക്കാനുള്ള ശ്രമം ഉണ്ടാവുന്നേ ഉള്ളൂ. അന്നേരം എന്താക്കും? ഇവിടെ വരുമ്പോൾ ഇത് വഹയാണെന്ന് തോന്നിയേക്കും, തേച്ചും. അപ്പോൾ ഫയൻസഖുല്ലാഹുമായി ഉൽഖി ശൈത്താൻ അത് കൂട്ടി വയ്ക്കും. വലിയ സംരക്ഷണത്തോടു കൂടിയാണ് വരുന്നത്. അത് ഇപ്പം മനസ്സിലായല്ലോ. ഇൽഹാം ആ മീൻ വറായി ഹിജാബിൻ്റെ അടയിൽ പറയുന്നത് ഹിജാബിൻ്റെ പിന്നിൽ. അപ്പം ഒന്നാമത്തേലും റുയ്യത്തില്ല, രണ്ടാമത്തേലും റുയ്യത്തില്ല. വറാ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത്? കാണി ഈ കേൾക്കുന്ന ആളെ ഭാഗത്ത്. ഹിജാബ് എന്നാണ് തടസ്സം എന്നല്ലേ അർത്ഥം. മറ അത് രണ്ട് ഭാഗത്തുണ്ടായാലും ആവാം, പറയുമല്ലോ. അപ്പോൾ അള്ളാഹു തആലാക്ക് ഹിജാബ് വന്നാൽ അള്ളാഹിനെ പറ്റി മഹജൂബ് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഹാജിബ് എന്തായി? അള്ളാഹിനെ കീഴടക്കി അതിൻ്റെ അധികാരം ചുമത്തിയെന്ന് വരും. ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി എന്താ പറഞ്ഞത്? വലാ കാഹിറ വഹുവൽ കാഹിറു ഫൗക ഇബാദിഹി. പടപ്പുകളെ മേൽ അവൻ കാഹിറാവാം എന്നല്ലാതെ പടപ്പുകൾ എന്താവൂല, അള്ളാഹിനെ മേൽ കാഹിറാവൂല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ അള്ളാഹിനെ പറ്റി എന്ത് പറഞ്ഞുകൂടാ? മഹജൂബ് എന്ന് പറയാൻ പാടില്ല. ഒറ്റ മിസാൽ ചിന്തിച്ചാൽ മതി. ആ ട്യൂബ് ലൈറ്റിൻ്റെ മേലെ തുണി ചൊറച്ച് കെട്ട്. അപ്പോൾ അതിൻ്റെ പ്രകാശം ഇങ്ങോട്ട് വരുന്നില്ല, നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ളത് കാണുന്നുമില്ല. അപ്പോൾ ഹിജാബ് ഏത് ഭാഗത്ത്? അവിടെയാണ് അല്ലേ. നമ്മളെ കണ്ണിന് തുണി കെട്ടിയിരിങ്ങനെ നോക്കിയാട്ടെ, എന്നാലും കാണൂല അല്ലേ. അപ്പോൾ ഹിജാബ് ആരുടെ ഭാഗത്ത്? നമ്മളെ ഭാഗത്ത്. അപ്പോൾ നമ്മളെ കണ്ണിന് ഹിജാബുള്ള കാരണത്താൽ അത് കാണാതായപ്പോൾ അത് മുഹത്തജിബ് എന്നാ പേര് പറയില്ലേ. ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹജൂബിൻ്റെയും മുഹത്തജിബിൻ്റെയും ഇടയിൽ എത്രയോ വ്യത്യാസമുണ്ട്. ആ മിംബറ ഹിജാബ് എന്ന് പറഞ്ഞാൽ ഏത് ഭാഗത്ത്? കാണിയുടെ ഭാഗത്ത്. അശാറ ബിദാലിക ഇല അന്ന മിംബറ ഹിജാബ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതാ വലാ യറാഹു, അതുകൊണ്ട് കാണാൻ കഴിയൂല. എന്നിട്ടാണല്ലോ മൂസ അലൈഹിസ്സലാം ഒന്ന് കാണണം, കലാമ് കേട്ടിട്ട് മതിയായിട്ടില്ല, ആശ പൂട്ടിയിട്ടില്ല, ഒന്ന് കാണിയിടം പോകണമെന്ന് പറഞ്ഞില്ലേ. ഫലമ്മ കല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക്ക്. ഒന്ന് കാണട്ടെ. കണ്ടിട്ടുള്ള ഒരു വേറെ പതിവുണ്ട്, ലന്തറാനി. തീരെ ഇപ്പോൾ ഒരിക്കലും ഒന്നും കാണൂല എന്നല്ല, ഇപ്പോൾ ഈ ഭൂമിയിൽ ബാഹ്യനേത്രം കൊണ്ട് കാണുക എന്നുള്ളത് അല്ലാഹു തആല അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. പക്ഷെ മുംകിനാണെന്ന് വരും, അല്ലെങ്കിൽ മൂസാ നബി ചോദിക്കുമോ? പക്ഷേ ഇംഖാനിന് എന്തുണ്ട്? പല തടസ്സങ്ങളും ഇവിടെ ഉള്ളത് കൊണ്ടാണ് കാണാത്തത്. ആ തടസ്സം ഈ ദുന്യവിയായ ജീവിതത്തിൽ നീങ്ങി കിട്ടുകയും ചെയ്യൂല. ആ തടസ്സം കംപ്ലീറ്റ് തീർത്തിട്ട് മേറാജിനെ കൊണ്ടുപോയിട്ട് അവിടെ നിന്നാണ് അള്ളാഹുവിൻ്റെ ഹബീബിന് കാണിച്ചു കൊടുത്തത്.
ഇനി ഈ തടസ്സം മോമിനിയങ്ങൾക്ക് തീരും. എവിടെ വെച്ച്? സ്വർഗത്തിൽ. യറാഹുൽ മുഅ്മിനൂന ബിഗൈരി കൈഫിൻ. കണ്ടോ? എങ്ങനെ കണ്ടു, എവിടെ വെച്ച് കണ്ടു, ഇത് കോലത്തിൽ കണ്ടു, വർണ്ണിക്കാനാവാത്ത രീതിയിൽ കാണും. ഫയൻസൗന നഈമ ഇദാ റഅൗഹു. അതോടുകൂടി നഈമ മുഴുവനും മറന്നുപോയി എന്നാണ് പറഞ്ഞത്. കേട്ടാ? കാദിയാറോട് ചോദ്യം അള്ളാനെ കണ്ടെന്ന് ചില ശേഖന്മാർ വന്നിട്ട് ബാധിക്കുന്നുണ്ട്. അവരോട് ചോദിക്കണം. ഗൗസുൽ റളിയല്ലാഹുവിൻ്റെ കാലത്ത് ഒരാൾ ബാധിച്ചല്ല. അപ്പോൾ ആലിമ്യങ്ങളൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് വന്ന് ശേഖ് തങ്ങൾ കംപ്ലൈൻറ്റ് കൊടുത്തു, ഇയാൾ ബാധിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അയാളെ ചോദ്യം ചെയ്യണം. ഈ ബാഹിനേത്തരം കൊണ്ട് മഹസൂസായ രീതിയിൽ അള്ളാനെ കണ്ടു എന്നാണോ പറയുന്നത്? അത് കുഫറാണ്. അതല്ല, അകത്തുള്ള ബസീറത്ത് ഉപയോഗിച്ച് കൊണ്ടിട്ട് മാനവീയായ രീതിയിൽ ശുഹൂദിൽ കണ്ടു എന്നാണോ? അതിനെന്താകും? കണ്ടു എന്ന് ഇബാറത്തിടും. എപ്പോൾ? കാഴ്ച എന്നുള്ളതിൻ്റെ ഹഖീഖത്ത് കണ്ണുകൊണ്ട് കാണലാണെങ്കിൽ മറ്റേത് ഇസ്തിആറത്താണ്. അല്ല, റുഅ്യത്ത് രണ്ടും ഹഖീഖത്താണ്. എങ്ങനെ? കണ്ണുകൊണ്ടും കാണാം ബസീറത്ത് കൊണ്ടും കാണാം എന്നുള്ളതാണെങ്കിൽ ഒരുപോലത്തെ പ്രയോഗമാണ്. സാധാരണ പ്രയോഗത്തിൽ റഅ എന്ന പ്രയോഗം ഉണ്ടാവില്ലേ? കണ്ണുകൊണ്ട്. അപ്പം മനസ്സിൽ ശുഹൂദിൽ പൊതിഞ്ഞപ്പോൾ എന്താ? ഈ കണ്ണുകൊണ്ട് കണ്ടതുപോലെ ആയപ്പോൾ എന്താക്കി? ഇതിനെ തശ്ബീഹാക്കി. തശ്ബീഹാക്കിയതിന് ശേഷം അത് ഇസ്തിആറത്താക്കി. കണ്ടു നിബാറത്തിട്ടു. അതവിടെ സംഗതി. അല്ല, കാഴ്ച തന്നെ രണ്ടിനും പറയാമെങ്കിൽ തഫ്സീലാക്കണം. ഇക്കണ്ണുകൊണ്ട് കണ്ടെന്ന് ബസർ കൊണ്ട് കണ്ടെന്നാണോ ബസീറത്ത് കൊണ്ട് കണ്ടെന്നാണോ? ബസീറത്ത് കൊണ്ട് കണ്ടു എന്ന് പറയുകയാണെങ്കിൽ അയാൾ കുറ്റപ്പെടുത്തണ്ടല്ലോ. എന്തുകൊണ്ട്? അള്ളാഹുവിൻ്റെ ഒരു കായിനാത്ത് കാണുമ്പോഴേക്ക് എന്തായിന്നറിയോ? ഖബലഹു ഔ ഫീഹി ഔ മഅഹു ഔ ബഅദഹു. സിക്കന്ദരി ഇമാം എന്ന് പറഞ്ഞു, ഫമർ അൽ കൗന, ഒരു കൗനിനെ കണ്ട് അപ്പോഴേക്ക് തന്നെ മുക്കമ്പിലേക്കാണ് മനസ്സ് പോയത്. ഖബലഹു, കാണുന്നതിന് മുമ്പ് തന്നെ ഒന്നിക്കിൽ. ഔ ഫീഹി, അല്ലെങ്കിലോ അതിലായിക്കൊണ്ട് കണ്ടു. ഔ മഅഹു, ഫീഹി ആവുന്ന മഅയ്യത്ത് മുത്തസിൽ എന്ന് പറയും, മഅഹു അമ്മ മഅയ്യത്ത് മുൻഫസിൽ എന്ന് പറയും. അതിപ്പം വ്യാഖ്യാനിച്ചാൽ ഇപ്പം നടക്കൂല, അത് ഹിക്മത്തും പറയണം. ഔ ബഅദഹു. അപ്പോൾ ഏതായി? ഖബലഹുവും കണ്ടില്ല, ഫീഹിയും കണ്ടില്ല, മഅഹുവും കണ്ടില്ല, ബഅദഹുവും കണ്ടില്ലെങ്കിൽ ഫഖദ് അബസഹു, അവൻ്റെ പ്രകാശം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. കായിനാത്താക്ക് കരിക്കട്ടെ മാത്രമേ കാണുന്നുള്ളൂ. അൽ കൗനു കുല്ലുഹു ദുൽമ, കൗന് മുഴുവനും ദുൽമത്താണ്. അതിനെ പ്രകാശമയമാക്കുന്നത് ഫൈന്നമ അനാറഹു മുജൂദു ദുഹൂരിൽ ഹഖ് ഫീഹിന്നാണ്. അതിലൂടെ ഹക്കിനെ കാണുന്ന കണ്ണാടിയായി മാറുക. അപ്പോൾ ആരിഫീങ്ങൾ ഈ സാധനം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മുഖം കാണാൻ വേണ്ടി കണ്ണാടി നോക്കുമ്പോൾ കണ്ണാടി നമ്മളെ മഖ്സൂദല്ല, അത് വാസിത്ത മാത്രമാണ്. കണ്ണാടി പത്രാസോ അതിൻ്റെ വട്ടം മുഖം നോക്കിയിട്ട് നീ ഇപ്പം നോക്കിയ കണ്ണാടി വട്ടത്തിലാണോ ചതുരത്തിലാണോ ദീർഘത്തിലാണോ ചോദിച്ചാൽ എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് മഖ്സൂദല്ല. കൊല്ലങ്ങളോളം കുത്തുപോതിയ പള്ളിയിൽ മിമ്പന്നത്തിന് പടിയുണ്ടെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടൂല. കിട്ടുമോ? അത് മഖ്സൂദല്ലാത്തതുകൊണ്ട്. ചിലപ്പോൾ സൈദിനെ കാണുമ്പോൾ മഖ്സൂദ് ഇട്ട കുപ്പായത്തിൻ്റെ കളർ എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉത്തരം കിട്ടൂല. ആ താബിയായിട്ട് പോയി. അപ്പോൾ കായിനാത്തിലേക്ക് ഔലിയാക്കന്മാരുടെ ശുഹൂദിൻ്റെ ഹലുകാറ നോക്കലെന്താണ്? ലാദുൽ ബസീറത്തി നാദിറൻ നഹ്വൽ അസർ ബല്ലിൽ മുഅസ്സിരി ബിദ്ദുഹൂലി അനിൽ അസർ എന്നല്ലേ കാലിയാർ പറഞ്ഞത്? ബസീറത്തുடைய ഒരു മനുഷ്യനാണെങ്കിൽ ലാദുൽ ബസീറത്തി നാദിറൻ നഹ്വൽ അസർ, അസറിലേക്ക് ശ്രദ്ധിക്കില്ല. ബല്ലിൽ മുഅസ്സിർ, അതിനപ്പകാരമാക്കിയ മുഅസ്സിറിലേക്കായിരിക്കും ചിന്തിക്കുക. പക്ഷേ ഈ അസറിൻ്റെ കാര്യം എന്താ? ബിദ്ദുഹൂലി അനിൽ അസർ, അസറിനെ തൊട്ട് മതി മറന്നിട്ടുണ്ടാവും. അസറിൻ്റെ തഫ്സീലുകൾ ചോദിച്ചാൽ ചിലപ്പോൾ എന്താവില്ല, അയാൾക്ക് ഉത്തരം കിട്ടൂല. നേരത്തെ മിമ്പറിൻ്റെ പടി പറഞ്ഞു നടക്കുക. എന്നോടേക്ക് ഇത്ര കൊല്ലം മിമ്പർമ്മ കയറിയിട്ടുണ്ട് മാട്ടൂല്, അപ്പോൾ ആ മിമ്പറിൻ്റെ എത്ര പടിയുണ്ടെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഉത്തരം കിട്ടൂല. അത് പോയിട്ടുണ്ടാണോ? പള്ളിയുടെ വാതിൽ മുഖ്യരിക്ക് അവസ്ഥ അടക്കുന്നുണ്ടാവും, ചിലപ്പോൾ എത്ര വാതിലുണ്ടെന്ന് അറിയില്ല. അതാണ് അവിടെ ദുഹൂലാണ്, ബിദ്ദുഹൂലി അനിൽ അസർ. അപ്പം ഉത്തരം എന്തായിരിക്കും? ഫയറ ബി ഫിഇലിൻ ഫാഇലൻ ഹാലൻ നദർ ഫീ കുല്ലി ഷൈഇൻ. ഏതൊരു ഷൈയിലേക്ക് നോക്കുന്ന അവസരത്തിൽ ഫിഇല് മുഖേന ഫായിലിനെയാണ് കാണുന്നത് എന്ന് വെച്ചാൽ അസറും വിട്ടിട്ട് മുഅസ്സിറിനെയാണ് കാണുന്നത് എന്ന് പറഞ്ഞതിലേക്ക് എത്തി. അതെ. അപ്പോൾ റസൂലുള്ളാഹി റളിയല്ലാഹു അൻഹു വിചാരണ ചെയ്ത്, അപ്പോൾ ഇയാൾ ശുഹൂദ് കൊണ്ട് കണ്ട കാഴ്ചനെ പറ്റി പറഞ്ഞ് തെറ്റിപ്പോയതാണ്. അതുകൊണ്ട് തൽക്കാലം അയാൾക്ക് മാപ്പ് കൊടുക്കുന്നതായിട്ട് മൂപ്പറാനി അയാളെ രക്ഷപ്പെടുത്തി. അയാളുടെ വിശദീകരണത്തിന് ഉത്തരം കിട്ടി.
ബസീറത്ത് കൊണ്ട് ഷുഹൂദിൽ കൂടി കണ്ടപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞു പോയതാണെന്ന് വിചാരണ ചെയ്തപ്പം കിട്ടി. അത് അപ്പം ഖാദിയാരോട് ചോദിച്ചാൽ എന്താന്ന്, അള്ളാഹു നേരിട്ട് കാണുമോ? ലദാതുഹു അഹദുൻ യറാഹു വലം യസിർ മൂസാ റഅബൽ ബിന്ദികാകി തൂരി ഖർ. ഈ ബാഹ്യനേത്രം കൊണ്ട് ഈ ഹയാത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന അവസരത്തിൽ ഈ ദുന്യാവിൽ വെച്ച് അള്ളാഹുവിന് ബാഹ്യനേത്രം കൊണ്ട് കാണൂല. മൂസ അലൈഹിസ്സലാം കാണാൻ വേണ്ടി ചോദിച്ച ആഗ്രഹം, ഷൗക്ക്, മൂസ അലൈഹിസ്സലാം കണ്ടതായി തെളിഞ്ഞിട്ടില്ല. ബൽ ബിന്ദികാകി തൂരി ഖർ, തൂർ സീന പൊടിയലോടുകൂടി മൂപ്പർ ബോധം കെട്ട് വീഴാണ് ചെന്ന് ഫഹറ ചെയ്യാന്നല്ലേ, ഫഹറ മൂസ സൈഖ, അവിടെ കണ്ടതായി തെളിഞ്ഞിട്ടില്ല. എന്താ ഖാദിർ ബേത്തിൽ ഒപ്പിക്കലേണ്ട, എന്താ നിമിഷം കൊണ്ട് ഒപ്പിച്ചില്ലേ വേണ്ടാ. ലാകിൻ റആഹുൽ മുസ്തഫ ഖൈറുൽ ബശർ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ട്. വലദൽ അഇമ്മതി ഖദ് അതാ ഫീഹിൻ നളർ. പക്ഷെ അയിമത്തിൻ്റെ ഇടയിൽ കണ്ടു എന്നും കണ്ടില്ല എന്നും ഇസ്ബാത്തുൻ നഫിയും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒറ്റ വാക്കിനങ്ങ് ചുരുക്കിയില്ലേ, കുറേ ഇൽമിൻ്റെ ആ വിശാലത എന്താണെന്ന് ചോദിച്ചു. അയിമത്തിൻ്റെ ഇടയിലുണ്ട് കണ്ടോന്നും കണ്ടിട്ടില്ല. അപ്പം മേറാജിൻ്റെ രാത്രിയും. അപ്പോൾ നിങ്ങൾ കണ്ടു എന്ന് മുന്തിക്കാൻ കാരണം എന്താണ്? മുഹദ്ദിസീങ്ങൾക്കൊരു ഇസ്തിലാഹുണ്ട്, ഇസ്ബാത്തുൻ നഫീൻ തമ്മിൽ താറുള്ളായാൽ എന്തിനെ മുന്തിക്കണം? ഇസ്ബാത്തിനെ മുന്തിക്കണം. കാരണം അതൊരു റിപ്പോർട്ടാണ്. അദമ് എന്നുള്ള അസില് മറ്റോരോ കൂട്ടത്തിലുണ്ട്. ആ അസിലും പൊട്ടിട്ടുള്ള സിയാദത്തുൽ ഇൽമാര വക്കലുണ്ട്, സുബൂത്താക്കുന്ന കയ്യിലുണ്ട്. അതൊരു റിപ്പോർട്ടായി കണക്കാക്കിയിട്ട് എന്താക്കണം? ഖബർ വായതിൻ്റെ പദമെങ്കിലും എത്തുമല്ലോ. സിയാദത്തുൽ ഇൽമുണ്ട്. അപ്പോൾ ഇസ്ബാത്തിനെ മുന്തിച്ചു. അപ്പം നഫി പറഞ്ഞ ആ തഹ്ബീൽ അതെന്താക്കും? അതിനെ പറ്റത്തുള്ളൂ. അത് നഫീനെ കൊടുക്കും. എന്താണെന്ന് വെച്ചാൽ നൂറിനെ കണ്ടതല്ലേ എന്നാണ് ഒരു ഉത്തരവുള്ളത്. നൂറിനെ കണ്ടതല്ലേ എന്ന് പറയുമ്പോൾ അള്ളാഹിൻ്റെ ദാത്തല്ല, ഒരു നൂറാണ് കണ്ടത് എന്ന് ചില അർത്ഥം വെച്ചു. അപ്പോൾ ദാത്ത് കണ്ടിട്ടില്ല, നൂറേ കണ്ടിട്ടുള്ളൂ എന്ന്. മറ്റ് ചില അർത്ഥം വെക്കുന്ന ഇസ്ബാത്തുകാർ നൂറ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു പേരാണ്, അസ്മാഉൽ ഹുസ്ന. അപ്പോൾ റഹ്മാനെ കണ്ടു, റഹീമിനെ കണ്ടു, ഖുദ്ദൂസിനെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ നൂറിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നൂറാകുന്ന ദാത്തിനെ കണ്ടു. നൂറ് അള്ളാഹിൻ്റെ ഒരു പേരല്ലേ. അപ്പം നൂറിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നൂറ് എന്ന പേര് കൊണ്ട് വിളിക്കപ്പെടുന്ന ദാത്തിനെ കണ്ടു തവീൽ കൊടുക്കും. മറ്റൊരു ഹദീസിലുള്ളത് എന്താണ്? അള്ളാഹിനെ കാണുകയോ എന്ന്. അള്ളാഹിനെ കാണുകയെന്ന് ചോദിച്ചാൽ ആ നിഷേധാത്മകമായിട്ട് ചുമത്തി ചിലർ. അപ്പം എന്തില്ല, കണ്ടൊന്നുമില്ല, കണ്ടിട്ടില്ല എന്നില്ല. നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടോ? നമ്മളിപ്പോഴത്തെ ആൾ കാണാനാ എന്തായി പറയുന്നത്? അതിൻ്റെ അർത്ഥം പാതി ഇസ്ബാത്തുമില്ല നഫിയുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കണ്ടത് എന്നുള്ളത് ബലഹീനരായ ബുദ്ധിക്കാർ ഒരു പ്രത്യേക സൂറത്തും ഒരു ജിഹത്തും ഒരു ഹയ്യത്തെല്ലാം കാണുന്ന അവസരം തൻസീഹിനെതിര് വരാതിരിക്കാൻ വേണ്ടി അവരെ തൊട്ട് കണ്ടതിനെ മറച്ചു വെച്ചു. കണ്ടിട്ടില്ല എന്ന് പറയാതെ നമ്മളിപ്പോഴത്താണ് അള്ളാനെ കാണാൻ എന്താ പറയുന്നു? ഇനി കള പറഞ്ഞിട്ടില്ല. അതാണ് ലാകിൻ റആഹുൽ മുസ്തഫ ഖൈറുൽ ബശർ വലദൽ അയിമ്മതി ഖദ് അതാ ഫീഹിൻ നളർ. അപ്പോൾ തങ്ങളുടെ കാര്യത്തിൽ തന്നെ ഖിലാഫിൽ നിൽക്കുന്നു. പക്ഷേ മുഅ്തമദ് ഇമാം വായിച്ചു ബഹറുൽ മദീദിൽ അന്ന ജംഹൂർ അൽ മുഹഖിഖീൻ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഫൽ ഗൈറു കൈഫ യറാ ലിദാതിൽ മുഖ്തദിർ. അപ്പം മറ്റുള്ള ആൾ മൂസാ നബിയുടെ ഹാൽ അങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെ. അപ്പോൾ അൻ്റെയും നിൻ്റെ കാര്യത്തിൽ എന്ത് പറയണം? ഫൽ ഖൈറു കൈഫ യറാ ലിദാതിൽ മുഖ്തദിർ ഫീ ഹാദിഹി ദുനിയ. അവിടെ ചർച്ച ഫദഅ ഖൗലൽ കുഫർ, കുഫരിയത്തിൻ്റെ ആ കലാം ഒഴിവാക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയല്ല. ഖാദിയാറിയായി നമ്മുടെ നാട്ടുകാരനല്ലേ ഉപ്പർ, അധികം കൊല്ലായിട്ടില്ലല്ല, 1-ാം നൂറ്റാണ്ടല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. നമ്മളെ കൂട്ടത്തിൽ ജീവിച്ച ആളല്ലേ. 300 ശേഷം അവലിയില്ല എന്ന് പറഞ്ഞാൽ അത് മറുപടി ചെയ്തു. എന്നിട്ടോ യറാഹുൽ മുഅ്മിനീങ്ങൾ ദാറുൽ മഖർ, പരലോകത്ത് വെച്ച് വയറാഹുൽ ഈമാനി ഫീ ദാറിൽ മഖർ, കാലകാലം താമസിക്കേണ്ട വീട്ടിൽ വെച്ച് അഥവാ സ്വർഗത്ത് ഫീ ഹാദിഹി ദുന്യാൻ്റെ ആ മഫ്ഹൂം എടുത്തതെന്ന് കാണും. അത് കാണുമെന്നുള്ളത് നിരവധി ഹദീസുകളൊക്കെ ഉണ്ട്, സുബൂത്തായിട്ടുണ്ട്, ഒരു തഅ്വീലും ഇല്ലാതെ അല്ലേ. വനഫാഹു ഖൗമുൻ ഖാന മിൻ അഹ്ലിൽ ഖുസ്ർ, എല്ലാ നഷ്ടപ്പെട്ട ഈമാൻ്റെ നൂറാനീയത്ത് നഷ്ടപ്പെട്ട ഒരു വിഭാഗം ഇത് തള്ളിക്കളഞ്ഞിട്ടുണ്ട്. മുതമസ്സികീന ബിഹുജ്ജത്തില്ലാ തുഅ്തബർ, പരിഗണനയിൽ
വെക്കാൻ പറ്റാത്ത കുറേ ദലീലുകൾ അവർ അതിനു വേണ്ടി ഉദ്ധരിക്കുന്നുമുണ്ട്. ആരാണ്? മുഅ്തസിലാക്കളെ പറ്റിയാണ് പറഞ്ഞു. ഒരു കലാമിനെ നിഷേധിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആയത്തോതി നോക്കുമ്പോൾ കലാം ഉണ്ടെന്ന ഇല്ലെന്നാ വന്നേ? ആയത്തിൽ കലാം ഉണ്ടെന്ന ഇല്ലെന്നാ വന്നത്? വമാഖാൻ അലി ബഷരൻ അയ്യുക്കല്ലിമഹുല്ലാഹു എന്ന് പറഞ്ഞെങ്കിൽ കലാം ഉണ്ടെന്ന ഇല്ലെന്നാ മഫ്ഹൂം കിട്ടിയത്. ഉണ്ടതിന് ശേഷമല്ല 3 കൈഫിയത്ത് ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കലാമില്ലെങ്കിൽ പിന്നെ 3 കൈഫിയത്ത് വരണം. മുഅ്തസിലാക്കൾക്ക് തോന്നിയത് ചറവറ പറയലാണ്. കലാമുന ലഫ്ളും മുഫീദുൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ അള്ളാഹ്ക്ക് നാവ് വേണ്ടേ, പല്ല് വേണ്ടേ, അത് വേണ്ടേ, ഇത് വേണ്ടേ, പിന്നെന്താണ് ശ്വാസകോശം വേണ്ടേ, മഖറജ് വേണ്ടേ? പോയി പടി നോക്ക്. കലാമ് എന്നുള്ളത് പല അർത്ഥത്തിനും ഖദീമിന് ഉപയോഗിക്കും, ഹദീസിന് ഉപയോഗിക്കും, പല സ്റ്റേജിലും ഉപയോഗിക്കാറുണ്ട്. അപ്പം ലഫ്ളിയായ കലാമിൻ നഹ്വീങ്ങൾ എടുക്കുന്ന ചർച്ചയിലാണ് കലാമുന ലഫ്ളും മുഫീദുൻ. അവിടെ തന്നെ കലാമുന നിലാഫത്ത് എന്താണ്? അള്ളാഹുവിൻ്റെ ഖദീമായ കലാം ഒഴിവാക്കാനാണ് കലാമുന. നമ്മം പറയുന്ന കലാമില്ലേ, അത് ലഫ്ളും മുഫീദാണ്. അപ്പോൾ ഇബ്നു മാലിക് എത്ര ശ്രദ്ധിച്ചിട്ടുണ്ട് അവിടെ? വെറും കലാമൊന്നല്ല, കലാമുന. നമ്മളെ കൊണ്ട് ചേർക്കപ്പെടുന്നൊരു കലാമുണ്ട്, അള്ളാഹിനെ കൊണ്ട് ചേർക്കപ്പെടുന്നത് ഒഴിവായി. കേട്ടോ? വസ്മും വഫീലുൻ സുമ്മ ഹർഫൂനിൽ കലീം. ഇസ്മ ഫേല് ഹർഫങ്ങനെ കൂടി, എന്നിട്ട് അതിന് ഏറാബും ബിനാകെല്ലാം വന്ന്, മുബ്തദ വന്ന്, ഖബർ വന്ന്, ഹാല് വന്ന്, അത്ഫ് വന്ന്, അത്ഫിൻ്റെ അർഫം വന്ന്, ഇങ്ങനെ വന്നാൽ ഇതെല്ലാം ആരെല്ലാം എവിടെയാണ്? ലഫ്ളിയായ കലാമിൻ്റെ ചർച്ചകളിലാണ്. നമ്മൾ മിന്നാന്നില്ല 15ഓളം ഫന്ന്, ലഫ്ളിയായ കലാമിനുണ്ടാകുന്ന 15ഓളം ഫന്ന്. അത് ഓരോ ഭാഷക്കും വ്യത്യസ്തമാണ്. ഇപ്പം അറബിയിൽ മാത്രം ഈ പറഞ്ഞത്. അപ്പോൾ ഇവിടെ എത്തി നമ്മൾ മോമിനിയങ്ങൾ കാണും. പക്ഷേ കണ്ടൊരാളോട് കണ്ട എങ്ങനെ അത് പറഞ്ഞാൽ സാധിക്കില്ല. അത് നമ്മളെ ദുന്യാവിലുണ്ട്. നമ്മളെ അറിവിൽപ്പെട്ട സാധനം തന്നെ എല്ലാം നമ്മളെ ഇബാറത്തുകൊണ്ട് വ്യക്തമാക്കാൻ കഴിയില്ല എന്ന് നമ്മൾ അജിസ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ട്. ഇൽമി ഇഹാത്ത ചെയ്ത ഒരു സാധനം ബയാൻ കൊണ്ട് ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. അങ്ങനെയാന്നതാണ്. ഇതും അങ്ങനെ തന്നെ. അപ്പം അത് മനസ്സിലായില്ലേ? അപ്പം അത് വലായറാഹു എന്ന ഹിജാബ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഹിജാബ് എന്ന ഒരു ഒരു കിട്ടി നോക്കിയ കർട്ടൻ കാണും എന്നല്ല അതിൻ്റെ അർത്ഥം. അത് കിനായത്താണ്. കിനായത്ത് എന്ന് പറഞ്ഞാൽ ലഫ്ള് പറയുക. ലഫ്ള് പറഞ്ഞിട്ട് നേർക്കുന്നേരെ അർത്ഥമല്ലാതെ അതിന് ലാസിമായ അർത്ഥം വെക്കുക. അത് മനസ്സിലായില്ല? ഒരാളെ പലയിൽ എന്താന്ന് നെയ്ച്ചോറിൻ്റെ ഉരുളി താത്തു വെക്കൂല അപ്പം അടുപ്പത്തുനിന്ന് എന്ന് പറഞ്ഞാൽ അത്രയധികം ചോറ് വിളമ്പിക്കൊണ്ടിരിക്കുന്നതാണ്. അത് കിനായത്താണ്. അത് വറാഇ ഹിജാബിൻ എന്ന് പറഞ്ഞാൽ കിനായത്താണ്. അങ്ങനെ കാണാത്ത രീതിയിൽ എന്നർത്ഥത്തിൽ. അപ്പോൾ ഇവിടെയും എന്തില്ല? റുഅ്യത്തില്ല. അതല്ലേ? അതെങ്ങനെയാ? ബി അൻ യുസ്മിഅഹു കലാമഹു വലാ യറാഹു. കാണാത്ത രീതിയിൽ കലാമ് കേൾപ്പിക്കുക. കമാ ബഖഅലി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന് അങ്ങ് സംഭവിച്ചിട്ടുണ്ട് അല്ലേ? അവിടെ ഫി ജമീ മുനാജാത്തിഹി, എല്ലാ മുനാജാത്തിലും അങ്ങനെ തന്നെയാണ്. കമാ തഖദ്ദമ മുഫസ്സലൻ, അതിൻ്റെ വിശദീകരണം മുമ്പ് വിശാലമായി പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടെ ഫലമ്മ ജാ മൂസ ലിമീഖാത്തിന വകല്ലമഹുവിൻ്റെ അവിടെ ആയത്ത് ഇവിടെ മാറിയില്ലേ? സൂറത്ത് ഷൂറയിലെത്തിയില്ലേ? അപ്പോൾ 2 തരീഖയില്ലേ? ഔ യുർസില റസൂലൻ, അല്ലെങ്കിൽ ഒരു റസൂലിനെ അയക്കുക എന്ന് പറഞ്ഞ്. ഔ യുർസില റസൂലൻ, ഉദാഹരണം മലക്കൻ. ആ റസൂലൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മലക്കിനെയാണ്. അപ്പോൾ ഏത് പോയി? ഒരു ദൂതന അയക്കലുണ്ട്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചു. പക്ഷെ അത് അള്ളാഹിൻ്റെ കലാമിനെ പറ്റിയല്ലല്ല, തങ്ങൾ കേട്ട കലാമിനെ ഉദ്ധരിച്ചു കൊണ്ടിട്ട്. അത് റസൂലില്ലാഹിയാണ്. കേട്ടതിനെ വിശദീകരിച്ച് കൊണ്ടാണ് അയച്ചതാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് വലിയ അമീറായിക്കൊണ്ടയച്ചു. അവിടെ ചോദിച്ചല്ലോ, നീ എന്തനുസരിച്ചാണ് അവിടെ വിധിക്കുക? അള്ളാഹുവിൻ്റെ കലാമിൽ കാണുന്നില്ലെങ്കിൽ ഹദീസ് കൊണ്ട് വിധിക്കും. അതിലും കാണുന്നില്ലെങ്കിൽ സഹാബത്തിൻ്റെ ഇജ്മാഅ് നോക്കും. അതിലൊന്നും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ ഇജ്തിഹാദ് ചെയ്യും. എല്ലാം വെച്ചിട്ട് ഇജ്തിഹാദ് ചെയ്തിട്ട് എനിക്ക് സവാബാണെന്ന് ബോധ്യപ്പെട്ടതിനെ ഞാൻ വിധിക്കും. അൽഹംദുലില്ലാഹില്ലദീ വഫഖ റസൂലില്ലാഹി. കണ്ടോ? വെറും റസൂലല്ല, റസൂലില്ലാഹി. ആദ്യത്തെ റസൂലാര്? മുആദ്. റസൂലില്ലാഹി എന്ന് പറഞ്ഞത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.
ഒരു ഹുക്മ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ വിധി ആ വഴി തുറന്നു കൊടുത്ത റബ്ബിനെ സ്തുതിക്കുന്നതെന്ന് പറഞ്ഞു. അതാണ് മലക്കൻ. ഉദാഹരണം ജിബ്രീലിനെ പോലെ എന്നാ പറഞ്ഞത് അല്ല. അപ്പോൾ ജിബ്രീൽ തന്നെ ആവണം എന്നില്ല എന്ന് വന്ന് അതാവുമ്പോൾ നമുക്ക് അദ്ഖലത്തിൽ കാഫ് ഗൈറഹു, കാഫ് കൊണ്ടെന്താക്കി മറ്റേ ആളും ഉണ്ട് എന്ന് വന്നു. കാഫ് അതാക്ക ഇസ്രാഫീല വ മലക്കിൽ ജിബാലി ഫൈനല്ലാഹ തആല അർസല കുല്ലൻ ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ തായിഫിൽ വെച്ചിട്ട് തങ്ങളെ കൽപ്പന അനുസരിച്ച് പ്രവർത്തിക്കാനാണ് ഓർഡർന്ന് അള്ളാഹുവിൻ്റെ വിവരം പറഞ്ഞു. ഇതെല്ലാം തകർത്തിട്ട് ഇവരെ നശിപ്പിച്ച് കളയാമെന്നാണെങ്കിൽ അങ്ങനെ അല്ല. തങ്ങളെന്താ പറയുന്നത്? അന്നോളം ജിബ്രീൽ മാത്രമല്ല വന്നത്, മലക്കുൽ ജിബാലും വന്നിട്ടുണ്ട്. അതായില്ലേ? ഫയൂഹിയ ബി ഇതിനിഹി മായഷ. എന്നിട്ടോ അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം യൂഹിയ എന്ന ആ ഫയലില്ലേ, അതിന് മുസ്തത്തിറ ഫയൽ, അതാ മലക്ക്. ഇലൈഹി എന്ന് പറഞ്ഞാൽ അത് ബഷർ, ഈ വഹയ്യ കേൾക്കാൻ പോകുന്ന ബഷർ. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പന പ്രകാരം അതിലേറ്റവോ കുറയ്ക്കുകയോ ഒന്നും ചെയ്യാതെ കണ്ട് അതിൽ യാതൊരു വളച്ചൊടിയും ഇല്ലാതെ അമാനത്തോടുകൂടി അങ്ങനെ തന്നെ എത്തിക്കുക. അതാണ് ജിബ്രീൽ അമീൻ. നസല ബിഹി റൂഹുൽ അമീനു. നിങ്ങൾ അമാനത്ത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താണ്? വഹയ്യ വരുന്ന കാര്യത്തിൽ ഏറ്റുകയോ കുറക്കുകയോ ഒന്ന് മറച്ചു വെക്കുകയോ കട്ടാക്കുകയോ ഒരു മായം ചേർക്കില്ല. മായഷാ, അള്ളാഹ് ഉദ്ദേശിച്ചത് എന്താക്കും അള്ളാഹ് ഇതിന് പ്രകാരം അറിയിച്ചു കൊടുക്കും. അപ്പോൾ 3 ശൈലിയായി. എന്നിട്ടോ ഇന്നഹു അലിയുൻ ഹക്കീം എന്നാണ് 2 ഇസ്മോടെ സമാപിച്ചത്. ഇന്നഹു അലിയുൻ, ഹാദിസായ വസ്തുക്കൾക്ക് പറയപ്പെടുന്ന എന്തെല്ലാം സിഫാത്തുകളുണ്ടോ അതിനെ തൊട്ട് അല്ലാഹു തആല പരിശുദ്ധനാണ്. അപ്പോൾ ഈ കലാം ഇതെല്ലാം കേൾക്കുമ്പോൾ അറഫുണ്ട്, സൗത്തുണ്ട്, അതുപോലെ നഹവുണ്ട്, ഇറാബുണ്ട് എന്നൊന്നും വിചാരിച്ചേക്കണ്ട. ഹക്കീമൻ, അള്ളാഹു ചെയ്യുന്ന ഓരോ ശൈലികളുണ്ടാവും. ഇതിന് ഈ കലാം എത്തിക്കാൻ വേണ്ടി മനാമിൻ്റെ ഒരു ശൈലി, പിന്നെ ഇൽഹാമിൻ്റെ ഒരു ശൈലി, റസൂലിനെ അയച്ചുകൊണ്ടൊരു ശൈലി. റസൂലിനെ അയക്കുമ്പം തന്നെ എന്തെല്ലാം കൊല്ലുണ്ട് അത് പറയാം. അതിൽ ഓരോ ഹിക്കുമത്ത് അടങ്ങിയിട്ടുണ്ടാവും. അപ്പം ജാബിർ ചോദിക്കും, നേർക്ക് നേരെ കേൾക്കാൻ അംബിയാ മുർസലീങ്ങൾക്ക് അല്ലാഹു തആല പവർ നൽകിയിട്ടുണ്ട്, പിന്നെന്തിനാണ് ഈ ഒരു ജിബ്രീലിനെ വാസിത്യാക്കി വെക്കുന്നത്? അത് ആലമുൽ ഗൈബിൽ നിന്ന് നേർക്ക് നേരെ പിടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം താങ്ങാത്ത പരിപാടിയാണ്. ഖുവ്വത്തുൽ ബശരിയത്തിന് താങ്ങുന്ന പണിയല്ലത്. തടിയെടുക്കാനും വെക്കാനും ഉണ്ടാവില്ല. ക്ഷീണവും തളർച്ചയും പ്രയാസങ്ങളും. ഇതെപ്പോൾ ഇങ്ങനെ പതിവാക്കിയാൽ അല്ല ആദ്യത്തെ മനാമിൽ അറിയിച്ചെന്തിനാ ഫലാ തഖ്വാഹു ഖുവാ, തമ്രീൽ ഫലാ തഖ്വാഹു ഖുവാഹു എന്ന് പറഞ്ഞു. അവിടുത്തെ കുവ്വത്ത് അത് താങ്ങാനാവില്ല എന്ന്. ഈ വഹയ്യൻ ഭാരം എന്ന് പറഞ്ഞാൽ നബിയായത് കൊണ്ടാണ് താങ്ങി നിൽക്കുന്നത്. ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീലാൻ്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, ഭാരമേറിയ കൗല് ഇടാൻ പോകുന്നുണ്ട്, തയ്യാറായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു. ഈ ഭാരമേറിയ എന്ന് പറഞ്ഞാൽ അതിലുള്ള അമ്ര നഹി നടപ്പിലാക്കുക എന്നുള്ളത് ഭാരിച്ച ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലക്ക് മാനവീയായ ഭാരമുണ്ട്. ഇത് ഏറ്റുവാങ്ങുന്ന പ്രശ്നത്തിൽ ബശരിയായ കുവ്വത്ത് സഹിക്കുന്നതിനേക്കാൾ ഉപരിയായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഹിസ്സി തന്നെ ഉണ്ടെന്നാണ്. രണ്ടും ഉണ്ട് അവിടെ. യാ അയ്യുഹൽ മുസ്സമ്മിലു ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫഹു ഔ ഇൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന തർതീല എന്ന് പറഞ്ഞിട്ട് ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല. എപ്പോഴെങ്ങനെ ക്ഷീണിപ്പിച്ചാൽ മതിയാവുമോ? ഇനി നോക്ക്, അല്ലാഹു തആല എത്ര ലുത്ഫോട് കൂടിയാക്കുന്നത്. ഹിറാ ഗുഹയിൽ വെച്ചിട്ട് വഹയ്യ് കിട്ടി, കുറേ കാലത്തേക്ക് നിർത്തിവെച്ചു. അല്ല ഫത്രത്തുൽ വഹയ്യ്, അത് 2 കൊല്ലമാണോ 2.5 കൊല്ലമാണോ പല അഭിപ്രായങ്ങളുണ്ട്. ഫത്രത്ത് എന്തിനാ ഫത്രത്ത്? ഹിറായിൽ നിന്ന് അനുഭവിച്ച ക്ഷീണവും പേടിയും എപ്രാളൊന്നും മാറട്ടെ, തടിയിൽ നിന്ന് തണുക്കട്ടെ. ഇന്നും നാളെയും മറ്റന്നാളും എപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ടെന്നാൽ പിന്നെ ഇവിടെ എണീച്ച് നടക്കാൻ കഴിയുമോ? അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ടാണ്. അപ്പോൾ അപ്രകാരം ഹിക്മത്താക്കുന്ന വിഷയത്തിൽ അല്ലാഹു തആല ഹക്കീമാണ്. അപ്പോൾ ഇവിടെ ഇൽഹാം കൊടുക്കണമോ മനാമ് കൊടുക്കണമോ എന്ന് അവൻ തീരുമാനിക്കണം. വാസല്ല വാസിത്ത വേണോ? ഇനി വാസിത്ത വരുമ്പം തന്നെ എന്തുണ്ട്? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ പല കോലത്തിലും അമ്പയ നബിയോട് ചോദിച്ചിട്ടുണ്ട്. ഒന്ന്, ആ മലക്കിൻ്റെ ഹഖീഖിയായ കോലത്തിൽ കാണപ്പെടും, അത് കണ്ടെടുക്കാൻ കഴിയില്ല. ഒന്നാമത് അവിടുത്തെ സൗന്ദര്യം, അവിടുത്തെ നൂറാനിയത്ത്, അവിടുത്തെ ആ ഇളമ്. ആകാശഭൂമി മുട്ടാൻ മാത്രം വലിപ്പത്തിൽ 600 ചിറകുള്ളതായിട്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടിട്ടുണ്ട് 2 തവണ മാത്രം.
23 കൊല്ലത്തിലെടുക്ക് 2 തവണയെ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ഒന്ന് ഹിറാ ഗുഹയിൽ വെച്ച് കാണിച്ചപ്പോൾ, മറ്റൊന്നോ മേറാജിൻ്റെ രാത്രി. അത് ഇബ്നു കസീർ ഉദ്ധരിക്കുന്നുണ്ട് സംഭവം മുഴുവനും. അത് കണ്ടിട്ടുണ്ട്. രണ്ടാമത്തത് എന്താക്കുന്നറിയോ, ആ മലക്കിൻ്റെ സൂറത്ത് കാണും, മറ്റുള്ള കാണാൻ കഴിയില്ല. അതിലേക്ക് ശ്രദ്ധിക്കുന്നുണ്ടാകും. കാണലാരെയുണ്ടോ? ആ നബിയെ കാണുള്ളൂ. അവരുടെ സൂറത്ത് ചുരുക്കിയിട്ട് സാധാരണ ബഷറിൻ്റെ കോലത്തിലാക്കിയിട്ട് എന്താക്കുന്നറിയോ, നബി മാത്രം കാണുന്ന കോലത്തിലുണ്ടാകും. എന്നിട്ട് സംസാരിക്കും. അത് വഫാത്തിൻ്റെ നേരത്തെല്ലാം കാണാല. ഇതാ നിങ്ങൾ അങ്ങ് മാറി നിൽക്കേ എന്ന് പറഞ്ഞു പരക്കാരോട്. വരുന്നുണ്ട്. അങ്ങനെ കുറേ സമയം സംസാരിച്ചപ്പോൾ ജിബ്രീലിനോട് സംസാരിക്കുന്നതെന്ന് ആയിഷ ബീബി റിപ്പോർട്ട് ചെയ്യുന്നു. ഞങ്ങളോടെല്ലാം പറഞ്ഞ് ഞങ്ങൾ മാറിക്കുമെന്ന്. കഴിഞ്ഞതിന് ശേഷം പറഞ്ഞ ഭാഗം കയറിക്കുമെന്ന്. പക്ഷേ ജിബ്രീൽ വന്നതായിട്ട് അവർക്ക് ആരെയും നേർക്കതിനെ കണ്ടിട്ടില്ല. അത് കണ്ട. മറ്റൊന്ന്, മനുഷ്യൻ്റെ സാധാരണ പൂർണ്ണ രൂപത്തിൽ ബശറായിക്കൊണ്ട് തന്നെ നമ്മളെ കൂട്ടത്തിലേക്ക് വരും. യാലമുൻ നാസൂത്തിയായ കോലത്തിൽ തന്നെ വരും. അതാണ് ദിഹയത്തുൽ കൽബിൻ്റെ കോലത്തിൽ വന്ന് ഖന്തക്കിൽ എന്താ പറഞ്ഞത്? നിങ്ങളെല്ലാം യുദ്ധം നിർത്തിയോ? ആയിട്ടില്ല. ബനൂ ഖുറൈള കീഴടക്കാനുണ്ട്. നമ്മളാരും യുദ്ധം അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇനി അസറസ്കാരം എന്താക്ക് ബനൂ ഖുറൈളയിലേക്ക് അയക്കുമെന്ന് ഖുറൂബിൻ്റെ മുമ്പ് എത്തണമെന്ന് പറഞ്ഞ്. അപ്പം ആ കോലത്തിൽ കണ്ടു. ദിഹയത്തുൽ കൽബിൻ്റെ കോലത്തിൽ കാണും. മഹാനായ സഹാബിയല്ലേ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ കാണാം, ബൈനമാ നഹ്നു ജുലൂസുൻ ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദാത യൗമിൻ ഇത് തൊല അലൈനാ റജുലുൻ ഷദീദ് ബയാദി സിയാബി ഷദീദ് സവാദി ശഅരി. നല്ല വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ. പിന്നെ താടിയും തലയും, അതാണ് ഷാറ്, നല്ല കറുത്തത്. അലി ഹസറു സഫർ, സഫർ ചെയ്ത് വന്ന അടയാളമൊന്നും കാണാനുമില്ല. അങ്ങനെയാണെങ്കിൽ കുപ്പായ നീങ്ങണം, പൊടി പറ്റണം, വേർക്കണം, ക്ഷീണം കാണണം, ഒന്നുമില്ല, ഫ്രഷ്. എന്നാൽ പിന്നെ ഇവിടെ ഉള്ള ആളാണ്ട് വലാജാരിഫും പിന്നെ അത് ഞങ്ങൾക്കാരും അദ്ദേഹത്തിന് പരിചയമില്ല. അപ്പോൾ അജിബിനാ മിന്നു എന്നാണ്, അത്ഭുതപ്പെട്ടു പോയി. ഇതാരാണ്, എവിടുന്ന് വന്നു? അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി മുമ്പിലിരുന്ന് മുട്ടും ചേർത്ത് ഇരുന്നിട്ട് കുറേ ചോദ്യങ്ങൾ. എന്നിട്ട് ഇസ്ലാം ചോദിച്ചു, ഈമാൻ ചോദിച്ചു, ഇഹ്സാൻ ചോദിച്ചു, അല്ലേ? എന്നിട്ടോ പന്തലക്ക ഓറിപ്പോയി. പോയതിന് ശേഷം എന്ത് പറയുന്നത്? ആ വന്നാൾ ആരാന്നറിയോ? അറിയില്ല. ഇന്നഹു ജിബ്രീൽ, അത് വന്നത് ജിബ്രീലാകുന്നു. അപ്പം വന്ന ആൾ ജിബ്രീലാണെന്ന് ആര് പറഞ്ഞു കൊടുക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം. എല്ലാം തിരിയില്ല. ബഷറിൻ്റെ കോലത്തിൽ വന്ന് അപരിചിതനായ ഒരാളെന്നേ തോന്നുള്ളൂ. അതല്ലേ ഒരു റസൂലിനെ ബഷറിനാക്കുന്ന എന്തിനാ? മലയിക്കുന്നായിക്കൂടെ? വലൗ ജഅൽനാഹു മലക്കൻ ലജഅൽനാഹു റജുലൻ വലലബസ്നാ അലൈഹിം മാ യൽബിസൂൻ. സൂറത്ത് ഇതിൽ അൻആമിൽ. മലക്കിനെ ആക്കുകയാണെങ്കിൽ എന്താക്കണം? ഒരു ബഷറിൻ്റെ കോലത്തിലാണ് അയക്കേണ്ടത്. ബഷറിൻ്റെ കോലത്തിൽ അയക്കുമ്പോൾ ഈ ചോദ്യം തീരൂല, കാരണം അവർക്ക് തിരിയില്ലല്ലോ. അപ്പം അത് മലക്കാണ്, മനുഷ്യനല്ല എന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ആട് വേണം, ഒരു റസൂൽ വേണം. അവിടെ ചോദിക്കും, ഈ റസൂൽ എന്തിന് മനുഷ്യനായി മലക്കിനായി? ഇതിൻ്റെ ഈ തസൽസുലുണ്ട് അവസാനിക്കില്ലേ? അത് റസൂലിനെ പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളൂ. വലൗ ജഅൽനാഹു റജുലൻ വലൗ ജഅൽനാഹു മലക്കൻ ചോദ്യം പറ്റൂലേ. ഏതായാലും ഇരിക്കട്ടെ, അതിൻ്റെ പൂർണ്ണ സൂറത്ത് വരെ ഇത്രയും കാര്യങ്ങളാണ്. ഇനി പറയട്ടെ, ഫൽ ഹസറുൽ മുതഖദ്ദിമു, ഈ മൂന്നെണ്ണത്തിൽ ഹസറാക്കിയില്ലേ, ഇല്ലാ വഹയൻ ഔ മിൻ വറാഇ ഹിജാബിൻ ഔ യുർസില റസൂലൻ്റെ അവിടെ നിന്ന് മുത്തക്കല്ലിമിനെ കാണുന്നില്ല. ഉണ്ടാ റുയത്തുണ്ടാ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത എന്താണ്? വജമഅ അല്ലാഹു ബൈന റുയത്തിഹി വ കലാമിഹി. റുയത്തും ഉണ്ടായിട്ടുണ്ട്, കലാം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ ബിൻ നിസ്ബത്തി ലിൽ അംബിയായി ഗൈരി നബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നബി അല്ലാത്ത മറ്റുള്ള അമ്പിയാക്കളുടെ വിഷയത്തിലാണ്, അല്ലേ? ഫലാ യുഖാലു ഇന്നൽ ആയത തദുല്ലു അലാ അന്നൽ വഹയ തൻഹസുറു ഫി ഹാദിഹി സലാസ. വഹയ് ആയത്തനുസരിച്ചിട്ട് മൂന്നെണ്ണത്തിൽ മുന്നസറായല്ലോ. അപ്പം എന്തായിട്ടില്ല? ഒരു ശിക്ക് പുറത്തു പോയിട്ടുണ്ട്. ആരെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യത്തിലുള്ള ഒരു ശിക്ക് പുറത്തു പോയിട്ടുണ്ട്. അവിടെ എന്തായിട്ടുണ്ട്?
വലാ യശ്മുൽ കലാമു മുസാഫഹത മഅന്നഹു വഖാലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുസാഫഹത്തൻ കണ്ടുകൊണ്ടും കലാം കേട്ടുകൊണ്ടും മിറാജിൻ്റെ രാത്രി ഉണ്ടായല്ലോ, അത് ആയത്തിൽ പെട്ടിട്ടില്ലല്ലോ, നിഷ്കാലാക്കണ്ട. തങ്ങൾക്ക് 4 ഉണ്ടെന്ന് അർത്ഥം. തങ്ങൾക്ക് ഗാലിബിൽ 3. മിറാജിൻ്റെ രാത്രി സ്പെഷ്യൽ രാത്രിയാണല്ലോ. അതാണ് മൂപ്പർ സൂചിപ്പിച്ചത്. വഖറന ഇസ്മുഹു മഅ ഇസ്മിഹി തംബീഹൻ അലാ ഉലുബി വഖറന അതിൻ്റെ മുമ്പ് എന്താണ് വജമഅ അല്ലാഹു ബൈന റുഅയതിഹി വകലാമിഹി വഖറന ഇസ്മുഹു മഅ ഇസ്മിഹി തംബീഹൻ അലാ ഉലുബി മഖാമിഹി. എന്താണ് ഇത് പ്രയോഗം? എത്ര വലിയ മനാക്കിബാണ് 2 വാക്കിലും കൊണ്ട് ഒതുക്കിക്കളഞ്ഞു. ബയാൻ ചെയ്യാനുള്ളൊരു കൈവല്ല ഇത്. അബദാച്ചില്ലേ وكذلك أوحينا إليك روحا من أمرنا എന്ന് പറയുന്നു. ഖുർആനിലേക്ക് അടക്കുന്നു. ഇങ്ങനെ വഹി അറിയിക്കലുണ്ട്. ആ വഹി തങ്ങൾക്കും കിട്ടി. ഇതുപോലെ എന്താക്കിയിട്ടുണ്ട്? റൂഹം മിൻ അംരിന എന്ന് പറഞ്ഞാൽ റൂഹൻ ഹുവൽ ഖുർആനുൽ അദീം. മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഖുർആനുൽ അദീമിന് റൂഹ് എന്ന് പറയാറുണ്ട് അല്ലേ? എന്താണത് പറയാൻ കാരണം? റൂഹ് കൊണ്ടാണ് ശരീരത്തിന് ഹയാത്ത് കിട്ടുന്നത്. റൂഹ് പോയാൽ പോയി. ഇതുപോലെ ഖുർആൻ കൊണ്ടാണ് മനുഷ്യൻ്റെ കൽബുകൾക്ക് ഹയാത്ത് കിട്ടുന്നത്. കൽബുകൾക്ക് ഹയാത്ത് കിട്ടിയാൽ ശരീരത്തിനും ഹയാത്ത് കിട്ടി. ഖുർആനങ്ങ് പോയാലോ മരിച്ച ശരീരം പോലെയായി. അപ്പം അങ്ങനെ പറയുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ച് റൂഹിൻ്റെ സ്ഥാനത്താണ് ഖുർആൻ. അതാണ് തഹ്യാ ബിഹിൽ ഖുലൂബ്, കൽബുകൾക്ക് ഹയാത്ത് കൊടുക്കുന്നതായതുകൊണ്ടാണ് റൂഹൻ എന്ന് ഖുർആനെ പറ്റി പറഞ്ഞത്. എന്നിട്ടോ മാ കുന്ത തദ്രി മൽ കിതാബു വലൽ ഈമാൻ, ഇറക്കാൻ പോകുന്ന കിതാബ് എന്താണെന്ന് മുമ്പ് തങ്ങൾക്കറിയില്ല. അല്ലാഹു തആല ഓശാരമായി കൊടുക്കുന്നതല്ലേ. ഈ ഖുർആനെ പറ്റി മുമ്പ് പരിചയമില്ലല്ലോ. അതുപോലെ വലൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഈമാനിൻ്റെ വിശദീകരണങ്ങൾ അർത്ഥം വെക്കണം. അല്ല അസൽ ഈമാൻ എന്ന് വെച്ചാൽ എന്തുണ്ട്? അംബിയാ മുർസലിങ്ങൾ അസൽ ഈമാനെ തൊട്ട് പുറത്തല്ലല്ലോ. അപ്പോൾ ഈമാനിൽ പറയപ്പെടുന്ന തഫ്സീലായ കാര്യങ്ങൾ അറിയിക്കപ്പെട്ടിട്ടില്ല. അള്ളാഹുവിൻ്റെ തൗഹീദും മറ്റെല്ലാം നേരത്തെ അറിയുന്ന കാര്യമാണ്. അല്ലെങ്കിൽ എന്തുവരും? അവർ മോമിനിയായിട്ടില്ല എന്ന് കിട്ടൂലേ? ഈമാൻ മുതൽ തുടങ്ങിയിട്ടല്ലേ വിലായത്തും വിലായത്തുൽ കുബറയും നുബുവത്തും റിസാലത്തും എല്ലാം വന്നത്. അപ്പോൾ വലൽ ഈമാൻ്റെ അവിടെ എന്താർത്ഥം കൊടുക്കണം? ഈമാൻ്റെ വിശദീകരണങ്ങൾ എന്നർത്ഥം കൊടുക്കണം. ഇതാണിത്. അലം യജിദ്ക യതീമൻ ഫആവ, അത് തങ്ങളുടെ ജീവിതം. വവജദക ളാല്ലൻ ഫഹദ, ശത്രുക്കൾ അർത്ഥം വെക്കൽ ആകെ വഴികേടിലായി കുലുമാലിലായി വഴികെട്ട് നടന്ന് എന്നൊക്കെയാണ് അർത്ഥം. അതൊന്നുമല്ല. ലാല്ലൻ എന്ന് പറഞ്ഞാൽ ഗായിബൻ, അതായത് കിതാബിൻ്റെ അഹ്കാമുകളെ തൊട്ടും മറ്റെന്താണ് തങ്ങൾ ഗായിബായിരുന്നു. മാ കുന്ത തദ്രി മൽ കിതാബ് വലൽ ഈമാനാണ്. വജദക ളാല്ലൻ എൻ്റെ മേന. തങ്ങൾക്ക് വഹി മുഖേന എല്ലാം അങ്ങോട്ട് കിട്ടി. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, എങ്കിലും ആ റൂഹ് തങ്ങൾക്ക് ഇറക്കപ്പെട്ട റൂഹ് എന്ന് പറഞ്ഞാൽ ഇത് ഖുർആൻ, അതിനെന്താക്കി? നൂറൻ, അത് നൂറാക്കിയിട്ടുണ്ട്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, അത് മുഖേന നാം ഉദ്ദേശിച്ച ആളുകളെ ഹിദായത്തിലാക്കും. അത് അള്ളാഹിൻ്റെ ഹഖീഖിയായ ഹിദായത്താണ് പറഞ്ഞത്. നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ ഹഖീഖത്താണ്. വഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം ശരീഅത്താണ്. ഏത് ശരീഅത്ത്? 40 കിട്ടുന്ന ശരീഅത്തല്ല ഈ പറയുന്നത്. ശരീഅത്തും ഹഖീഖത്തും തമ്മിൽ ചേർത്ത് വായിക്കുമ്പോൾ ശരീഅത്ത് എന്നുള്ളത് അബ്ദിനെ കൊണ്ട് ചേർക്കപ്പെട്ട ലാഹിറായ പ്രവർത്തനമായിക്കൊണ്ടും ഹഖീഖത്ത് എന്ന് പറയുമ്പോൾ അസിൽ ഒറിജിനുള്ള അവിടത്തേക്കും ചേർത്ത് വായിക്കും. മനസ്സിലായില്ല? ശരീഅത്തിൻ്റെ കൂടെ തരീഖത്ത് വായിക്കുമ്പോൾ അർത്ഥം മാറി. ശരീഅത്തിൻ്റെ കൂടെ ഹഖീഖത്ത് വായിച്ചാൽ അർത്ഥം മാറി. ശരീഅത്തും തരീഖത്തും ഹഖീഖത്തും വെക്കുമ്പോൾ അർത്ഥം മൂന്നാമതൊരർത്ഥം മാറി. ഈ മാറ്റം തിരിയാതെ കണ്ട് ആകെ കൺഫ്യൂഷനാകലാണ്. തരീഖത്ത് എന്താകും? ചിലപ്പോൾ ഇൽമായിട്ട് അർത്ഥം വെക്കും ചില തസൗഫിൻ്റെ കിതാബിൽ, ചിലപ്പോൾ അമലായി അർത്ഥം വെക്കും തസൗഫിൻ്റെ വേറൊരു കിതാബിൽ. 2 കിതാബ് കൂടെ കൂട്ടി വായിച്ചാൽ എന്താക്കും? നട്ടം തിരിയും. നമ്മൾ ഇവിടെ പറഞ്ഞു വരുന്നത് എന്തെന്ന്? അള്ളാഹുവിൻ്റെ പ്രവൃത്തിയായി ഹഖീഖത്തൻ അതിൻ്റെ സോഴ്സ്, അതിൻ്റെ കേന്ദ്രം ഉണ്ടല്ലോ, അതിലേക്ക് ചേർത്തിട്ട് ചിലപ്പം പറയും.
ചിലപ്പോൾ എന്താക്കും ലാഹിറായി അബ്ദിനെ കൊണ്ട് ചേർക്കപ്പെട്ട കസ്ബായി കൊണ്ടും പറയും. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ, മരിക്കുന്ന അവസരത്തിൽ എല്ലാ അൻഫുസുകളെയും അല്ലാഹു തവഫിയാക്കും. തവഫ എന്നാണ് എന്താക്കി ഫീൽ ചേർത്തത്. ഖുൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും, അതേ തവഫി എന്താക്കി മലക്കുൽ മൗത്താണ് നിർവഹിക്കുന്നത് എന്ന് മറ്റൊരു സൂറത്തിലും പറഞ്ഞു. വേരുദ്ദിണ്ടാ? ഒന്ന് ശരിയാ. ഏത് ശരീഅത്ത്? അബ്ദിനെ കൊണ്ട് ചേർക്കപ്പെടുന്ന കസ്ബിയായി നോക്കിയാൽ യതവഫാകും മലക്കുൽ മൗത്തിൽ ലദീ വുക്കില ബിക്കും, ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്തുണ്ട്. അതിൻ്റെ നേതൃത്വം കൊടുക്കുന്ന പൂർണ്ണ അധികാരായിരിക്ക് അല്ലാഹു യതവഫൽ അൻഫുസ. അവിടെയാണ് ഒറ്റ ഫെയില് തന്നെ, അപ്പുറവും ചേർത്ത് ഇപ്പുറവും ചേർത്ത്. അത് തന്നെ ഇവിടെ നോക്ക്. വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാഉ മിൻ ഇബാദിനാ, നമ്മുടെ ഇബാദിൽ നാം ഉദ്ദേശിക്കുന്ന ആളെ എന്താക്കി ഹിദായത്തിലാക്കും. അപ്പോൾ മശിയത്ത് അള്ളാഹിനെ കൊണ്ട് വിട്ടേ. അപ്പോൾ മശിയത്ത് കണക്കാക്കാത്ത ആൾക്ക് നമ്മെന്ത് പണിയെടുത്താലും എന്തായിക്കോളാം. ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത എന്ന് പറഞ്ഞു. തങ്ങൾ ഇഷ്ടപ്പെട്ട ആളെ തങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ലെന്ന്. ഏത് ഹിദായത്ത്? ഒറിജിനൽ ഹിദായത്ത്. അതിന് വേണ്ടിയുള്ള അധ്വാനം എന്ന അർത്ഥം വെക്കരുത്. ഇനി തൊട്ടടുത്ത് പറയുന്നു വഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം, തങ്ങളെന്താക്കുന്നുണ്ട്? സിറാത്തുൽ മുസ്തഖീമിൽ ഹിദായത്തിലാക്കുന്നുണ്ട്. അപ്പോൾ ഹദ എന്ന പ്രവൃത്തിയായിരിക്കും. ഒരവസരത്തിൽ തങ്ങളെ കൊള്ള പറഞ്ഞു, ഒരവസരത്തിൽ അങ്ങോട്ടും പറഞ്ഞു. അങ്ങോട്ട് പറഞ്ഞത് എന്ത് പറയും? ഹഖീഖത്ത്. ഇങ്ങോട്ട് പറഞ്ഞത് ശരീഅത്ത്. അപ്പോൾ ശരീഅത്തിന് ഹഖീഖത്തിന് മാന മാറി. സിറാത്തുല്ലാഹില്ലദീ ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി അലാ ഇലല്ലാഹി തസ്വീറുൽ ഉമൂർ. തങ്ങൾ വഴി കാണിച്ചു കൊടുക്കുന്ന സിറാത്തുൽ മുസ്തഖീം എന്നറിയോ? അള്ളാഹുവിൻ്റെ സിറാത്ത് തന്നെ. അള്ളാഹുവിൻ്റെ സിറാത്ത് തന്നെ. അള്ളാഹു ആരാണ്? ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർളി. അപ്പം തങ്ങളുടെ വഴിയും അള്ളാഹുവിൻ്റെ വഴിയും ഒന്ന് തന്നെ. മൻ യുതിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്. കേട്ടാ? അപ്പോൾ നാലിലെന്ന് പറഞ്ഞാൽ തെറ്റി നടന്നുപോയി, പഴിച്ചുപോയി, അതിന് തോന്നിയാസങ്ങളാണ്. അതായത് വഹിയോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം തങ്ങൾക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട്. അത് ശരി തന്നെയല്ലേ? തങ്ങൾ മോജൂദല്ലാത്ത കാലഘട്ടം കഴിഞ്ഞൊന്നും പറയാമല്ലോ, ജനിക്കാത്ത കാലം കഴിഞ്ഞൊന്നും പറയാമല്ലോ. അപ്പോൾ ഇപ്പം പറഞ്ഞപ്പോൾ എന്തെല്ലാം കിട്ടി? വഹീനെ പറ്റി ചെയ്യും. ഏത് നോക്കണേ, തൻവീറുൽ അദ്ഹാനിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാലോ. 495 പേജിലെ വണ്ടി. വമാ കാന ലിബശരിൻ അൻ യുകല്ലിമഹു അല്ലാഹു ഇല്ലാ വഹയ്യാ. ഒന്നാമത്തെ തരീഖ്. വമാ സഹ്ഹ ലിഫർദിൻ മിൻ അഫ്റാദിൽ ബശരി അംബിയാ വഗൈറ അംബിയാ. ബഷർ എന്ന് പറഞ്ഞതിൽ എന്ത് വന്ന്? അംബിയാക്കളും വന്നു, ഗൈറുൽ അംബിയാവും വന്നു. അംബിയാക്കൾ പെട്ടെങ്കിൽ ഗൈറുൽ അംബിയാ ഓല കൊണ്ടും പെട്ട് അല്ലേ? അൻ യുകല്ലിമഹുല്ലാഹ്, അവരോട് അള്ളാഹു കലാമ്, ഇല്ലാ വഹിയൻ, വഹിയായിട്ടല്ലാതെ. അൽ ഇഷാറത്തു അൽ വഹയു അൽ ഇഷാറത്തു സരീഅ. അതിന് വ്യാഖ്യാനം പറയുന്നു പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന ഇഷാറത്താണ്. വൈന്നമാ സുമ്മിയൽ വഹ്യുലി സുർഅത്തിഹി, അതിന് വഹയ് എന്ന് പേര് വരാൻ കാരണം സ്പീഡ്. നമ്മൾ പണ്ടല്ല അൽ വഹാന ഹൈ സ്പീഡ് എന്ന് അർത്ഥം വെച്ചിട്ടുണ്ട് ആ സുർഅത്ത് കൊണ്ട്. വഖാലർ റാഖിബ് വയുക്കാലു ലിൽ കലിമത്തിൽ ഇലാഹിയത്തില്ലത്തി തുൽഖാ ഇലാ അംബിയാഇഹി വഹയ്യുൻ. അംബിയാ മുർസലീങ്ങളിലേക്ക് അയക്കപ്പെടുന്ന ആ കലിമാത്തുകൾക്ക് വഹയ് എന്ന് പറയാറുണ്ട്. ഫൽ വഹ്യു ഇമ്മാ ബിൽഖാഇൻ ഫി റൂഇ, മനസ്സിൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുക്കലിനെ പറ്റി പറയാറുണ്ട്. കമാ ദക്കറ അലൈഹി സ്വലാത്തു വസ്സലാം അന്ന റൂഹൽ ഖുദ്സി നഫസ ഫി റൂഇ. എന്നാൽ നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ആയസത്താണ് മരിക്കൂല എന്നും ഞങ്ങൾക്ക് വളമ്പി വെച്ച റിസ്ക് നിങ്ങൾ കഴിക്കാതിരിക്കൂല എന്നും പറഞ്ഞത്. വ ഇമ്മാ ബി ഇൽഹാമിൻ, അപ്പോൾ ഒന്നാമത്തെ ഷെക്കിൽ രണ്ടാമത്തെ ഇനം ഇമ്മാ ബി ഇൽഹാമിൻ നഹവു ഖൗലിഹി തആല വൗഹൈനാ ഇലാ ഉമ്മി മൂസാ അൻ അർളിഇ. ഇൽഹാമാണ് കണ്ടാ. അപ്പം ഉമ്മി മൂസ ആരാണ്? നബിയാണെന്ന് ആരും പറഞ്ഞവരില്ല. ഈ ഔഹൈനാൻ്റെ കരീനത്ത് പ്രകാരം ഇൽഹാമാണെന്ന് അർത്ഥം വെച്ചാൽ ഉമ്മി മൂസ അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ വനിതകളിൽപ്പെട്ടവരാന്ന് തോന്നുന്നു.
അബ്ദുൽ മുത്തലിബിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുഹമ്മദ് എന്ന പേരിടണം എന്നുള്ളത് ഇൽഹാമിൻ മിനല്ലാഹി ഫത്തുൽ മുഅല്ലിലുണ്ട്. അപ്പോൾ അബ്ദുൽ മുത്തലിബ് ആരാണ്? അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനായിരുന്നു എന്ന് വന്നിട്ടുണ്ട്. മറ്റൊന്നും കുറ്റപ്പെടുത്താൻ പറ്റൂല. എനിക്ക് വലിയ ബഹുമാനം അപ്പുറോട്. ഇതിൽ ഖബർ പരത്തിയിട്ട് കിട്ടിയിട്ടില്ല. ഒന്ന് സലാം പറയാന്ന് വെച്ചിട്ട് അവിടെ മഹല്ലാത്തിൽ എവിടെയോ ഉണ്ട്. മോളുണ്ട് ആ തിരിഞ്ഞിനാ അതെ അതെ പക്ഷെ ഖബർ തയ്യനാന്നില്ലല്ലോ. ഇതാണ് ഇൽഹാം. അവിടെ നിന്നല്ല ഇൽഹാം കൊടുത്തത്. ഒന്ന്, കുഞ്ഞുക്ക് മുല കൊടുക്കണം. 2, ഫൈദാ ഖിഫ്ത അലൈഹി, ഫിർഔൻ വന്നിട്ട് പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താകണം? പെട്ടിയിലാക്കണം, ബഹറിലേക്ക് ഇളക്കണം. പെട്ടിയിലാക്കണമെന്നില്ല, പറഞ്ഞിട്ടില്ല. ആ ഇൽഹാം ആ വാക്കിലില്ല. അന്നർദീഹി ഫൈദാ ഖിഫ്ത അലൈഹി ഫഅൽഖീഹി ഫിൽ യമ്മി. ബഹറിലേക്ക് ഇളക്കണം എന്ന് പറഞ്ഞത് പെട്ടിയിലാക്കണം. എല്ലാം അങ്ങനെ തന്നെ ബഹറിൽ വിളിച്ചെറിയല്ലേ ആവില്ലേ? അത് പറ്റൂലല്ലോ. വലാ തഖാഫി വലാ തഹ്സനി. 2 നെഹി, 2 അമ്രു പറഞ്ഞു, 2 നെഹിയും പറഞ്ഞു. ഇന്നാ റാദ്ദൂഹു ഇലൈകി വജായിലൂഹു മിനൽ മുർസലീൻ. നിങ്ങളെ മടിത്തട്ടിലേക്ക് തന്നെ മടക്കിയെത്തിക്കും, അവരെ മുർസലിങ്ങളാക്കി അയക്കുകയും ചെയ്യും. 2 വാഗ്ദാനം. ഒരൊറ്റ വാക്കിൽ 2 അമ്ര്, 2 നെഹി, 2 വാഗ്ദാനം. അതെല്ലാം പുലർന്നു. ഇന്നാളൊരു ബാലൻ്റെ സദസ്സിൽ ഇങ്ങനെ ബാലിന് കിടക്കുമ്പോൾ ഒരാൾക്ക് കര കയറിയപ്പോൾ ഒപ്പിച്ചേക്കാൻ തുടങ്ങി. മടിത്തട്ടിലേക്ക് എത്തിയ ആ കിസ്സ എത്തിയപ്പോൾ ഒരാൾ കൈകൊട്ടൽ ആവേശം കയറി. ഇനി വൈമാ ബി തസ്ഖീരിൻ, ഒന്നെങ്കിൽ തസ്ഖീർ എന്ന് പറഞ്ഞാൽ അതിനായിട്ട് അള്ളാഹു തആല അതിനെ രൂപപ്പെടുത്തുക, അതിൻ്റെ ആകൃതി ഉണ്ടാക്കി കൊടുത്തല്ലോ. വൗഹാ റബ്ബുക ഇലൻ നഹ്ലി, തേനീച്ചക്ക് വഹി അറിയിച്ചു എന്ന് പറഞ്ഞാൽ ജിബ്രീൽ വന്ന് വഹി അറിയിച്ചു എന്നല്ല. അതിന് അള്ളാഹു തആല തസ്ഖീറാക്കി. ഇന്ന മാതിരി കൂട് കെട്ടണം, ഇന്ന മാതിരി ഇര തേടാൻ പോകണം, ഇന്ന മാതിരി എടുക്കണം. അത് എത്ര ആറങ്ങല്ലേ? ആ രൂപത്തിൽ അള്ളാഹു തആല ആക്കി തീർക്കലാണ്. ഔ ബിൽ മനാമി, അല്ലെങ്കിൽ മനാമിലാവാം. അത് മനാമിൻ്റെ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞു. ഇൻഖത അൽ വഹ്യു ബഖിയത്തുൽ മുബശ്ശിറാത്തു റുയൽ മുഅ്മിൻ എന്ന ഹദീസുണ്ട്. വഹ്യ് മുൻഖത്തിയായി. പക്ഷേ വഹ്യ് പറ്റ മുൻഖത്തിയാണെങ്കിലും ബഖിയത്തുൽ മുബശ്ശിറാത്ത് ബാക്കിയുണ്ട്. അതാണ് ശേഷമുള്ള ഔലിയാക്കന്മാർ കാണുന്നതും കശ്ഫിൽ കൂടി കാണുന്നതും മുസാഫഹത്ത് ചെയ്തെന്ന് പറഞ്ഞതും ബയ്യത്ത് ചെയ്തെന്ന് പറഞ്ഞൊക്കെ എല്ലാം മുബശ്ശിറാത്തിലാണ് വിടുക. അതാ അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹു മുരീദന്മാരോട് പറയുമല്ലോ, ഇതാ എൻ്റെ കൈ എന്താണെന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇത്ര വട്ടം മുസാഫഹത്തിൻ്റെ കയ്യാണ്, അതാണ് നിങ്ങളെ കയ്യിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് കൈയിൻ്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ കൂടി ചെയ്യുന്ന കരാർ നിങ്ങൾ പാലിക്കണം എന്ന് പറഞ്ഞിട്ടാണ്. ഒരിക്കലല്ല, 2 അല്ല, 3 അല്ല എന്ന് പറഞ്ഞിട്ട് എണ്ണും തങ്ങളെ മുസാഫഹത്ത് ചെയ്യുന്നു. പക്ഷേ അപ്പോൾ അത് മുബശ്ശിറാത്തിൽപ്പെട്ടതാണ്. അബുൽ ഹസൻ ശാദിലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ ഔറാദുകളും ഹസാബുകളും ഹളറത്തുൻ നബവിയിൽ അവതരിപ്പിച്ചിട്ട് അതിന് പൂർണ്ണമായ സമ്മതം കിട്ടിയിട്ടല്ലാതെ ഒരൊറ്റ അറഫ് ഞാൻ എൻ്റെ മുരീദന്മാർ കേൾപ്പിച്ചിട്ടില്ല. അതൊക്കെ മുംകിനായ കാര്യമാണ്. ഇല്ല മുബശ്ശിറാത്ത് അവിടെ താങ്ങി അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ ആ മുബശ്ശിറാത്ത് ഉൾക്കൊള്ളാനുള്ള പക്വതയിൽ നമ്മൾ എത്താത്ത കുഴപ്പം നമ്മളെ തെറ്റാന്ന്. അതുകൊണ്ട് നിഷേധിക്കണ്ട. അതുകൊണ്ടല്ലേ തസ്ദീഖ് എന്നുള്ളത് ഒരു കറാമത്താണ്. അതാ ഫഹാദിഹിൽ അൻവാഉ ദല്ല അലൈഹ ഖൗലുഹു തആല ഇല്ലാ വഹ്യൻ. ഈ പറയപ്പെട്ട 3 ഇനങ്ങളും ഇല്ലാ വഹ്യൻ എന്ന വാക്കിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞതിനേക്കാൾ കുറച്ചും കൂടി വിശദീകരണം വന്ന്. ഫമഅനാഹു, അപ്പോൾ ഇല്ലാ വഹ്യൻ എന്ന മഅന എന്തായിന്നറിയോ? ഇല്ലാ ബി അന്നഹു യൂഹി ഇലൈഹി വയുൽഹിമഹു വയഖ്ദിഫ ഫീ ഖൽബിഹി എന്നായി. ഒന്നിക്കിൽ വഹ്യ അറിയിക്കുക മനാമിൽ കൂടിയോ, അല്ലെങ്കിലോ ഇൽഹാമിൽ കൂടി, അല്ലെങ്കിൽ കൽബിലേക്ക് ഇട്ടു കൊടുക്കുക. കമാ ഔഹ ഇലാ ഉമ്മി മൂസ, മൂസ അലൈഹി സ്വലാമിൻ്റെ ഉമ്മ കൊടുത്തതുപോലെ. വൈലാ ഇബ്രാഹിമ ഫീ ദബിഹി ബലദിഹി വൈലാ ദാവൂദ് സബൂറ ഫീ സ്വദരിഹി. ദാവൂദ് അലൈഹിസ്സലാമിൻ്റെ മനസ്സിലേക്ക് സബൂർ അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തതാണ്. ഓരോ ശൈലി. ആ ഉമ്മിൻ വറാഇ ഹിജാബ്, രണ്ടാമത്തെ തരീഖ്. ബി അൻ യുസ്മിഅഹു കലാമഹു മിൻ ഗൈരി അൻ യുബ്സിറ സാമിഉ മൻ യുകല്ലിമുഹു. കേൾക്കുന്ന ആൾ സംസാരകർത്താവിനെ കാണാത്ത രീതിയിൽ എന്താക്കുന്നത്? കലാമ് മാത്രം കേൾക്കും. അതാകും ഈ വറാഇ ഹിജാബിൻ. കമാ കല്ലമ അല്ലാഹു തആല മൂസ ഫീ തുബാ വത്തൂർ.
ഇന്നകബിൽ വാദിൽ മുഖദ്ദസി തുവ എന്ന് പറഞ്ഞ ആ വാദിയിൽ വെച്ച് കേട്ടിട്ടുണ്ട്, തൂറിയിൽ കേട്ടിട്ടുണ്ട് മൂസാ അലൈഹിസ്സലാം. അതാണ് ജമീ മുനാജാത്തിഹിന് അപ്പുറം പറഞ്ഞത്. ഇനി 3 ഔ യുർസില റസൂലൻ ഐ മലകം മിനൽ മലായികതി ഇമ്മാ ജിബ്രീൽ ഔ ഗൈറഹ്, ഒരു മലക്കിനെ ആക്കുക, അത് ജിബ്രീൽ ആവാം അല്ലെങ്കിൽ ഗൈറും ആവാം. ഫയൂഹിയ ദാലിക റസൂൽ ഇലൽ മുർസലി ഇലൈഹി അല്ലദീ ഹുവ റസൂലുൽ ബശരി, ബശരിയായ റസൂലിലേക്കാണ് ഇത്. ഫയൂഹിയ ഇലൈഹിൻ്റെ മജറൂറായ ലമീർ അടങ്ങുന്നു. യൂഹിയയിൽ ഒരു ലമീറുണ്ടല്ലോ, ഒരു ഫായിലിൻ്റെ ലമീർ, അതായിരിക്കും നിശ്ചയിക്കപ്പെട്ട ആ റസൂലിലേക്ക്. അപ്പോൾ 2 റസൂലുണ്ട്, ഒന്ന് ബശരിയായ റസൂല്, ഒന്ന് മലക്കിയായ റസൂല്. അപ്പോൾ യൂഹിയാൻ്റെ ആരാധി മലക്കിയായ റസൂല്, ഇലൈഹി എന്ന് പറഞ്ഞ ലമീറടുത്തേക്ക് ബശരിയായ റസൂല്. ബി ഇദ്നിഹി ഐ ബി അംദിഹി മാ യശാ അൻ യൂഹിയഹു ഇലൈഹി, എന്താണോ വഹി കൽപ്പിച്ചത് അതങ്ങനെ തന്നെ. വഹാദാ ഹുവല്ലദീ ജറാ ബൈനഹു തആല വ ബൈനൽ അംബിയാഇ അലൈഹിമുസ്സലാത്തു വസ്സലാം ഫി അമ്മത്തിൽ ഔഖാത്തി മിനൽ കലാം, പൊതുവേയുള്ള അവസ്ഥകളിൽ അംബിയാക്കളും അള്ളാഹുവും തമ്മിലുള്ള വഹിയിൻ്റെ ശൈലി പറഞ്ഞതൊക്കെയാണ്. ഇനിയോ വഅൻ ആയിഷത റളിയല്ലാഹു തആല അൻഹാ അന്നൽ ഹാരിസ ബിൻ ഹിശാമിൻ റളിയല്ലാഹു അൻഹു സഅല റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈഫ യഅതീകൽ വഹ്യു. ഹാരിസ് ബിൻ ഹിശാം റളിയല്ലാഹു അൻഹു സ്വഹാബി, അവർ ചോദിച്ച ചോദ്യം ആയിഷ ബീബി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് തങ്ങളോട് ചോദിച്ചത്? നബിയെ, എങ്ങനെയാ റസൂലല്ലാഹ് കൈഫ യഅതീകൽ വഹ്യു, എങ്ങനെയാണ് വഹ്യ് വരാറുള്ളത്? ഫഖാല അഹ്യാനൻ യഅ്തിനി മിസ്ലു സൽസലത്തിൽ ജറസി വഹുവ അശദ്ദുഹു അലയ്യ ഫയഫ്സിമു അന്നി വഖദ വഅയ്തു മാ അൻഹുമാ ഖാല വഅഹ്യാനൻ യതമസ്സലുൽ മലക്കു റജുലൻ ഫയുകല്ലിമുനി ഫഅഈ മാ യഖൂൽ. കണ്ടാ, ചിലപ്പോൾ യഅ്തിനി എനിക്ക് വഹ്യ് വരും മിസ്ല സൽസലത്തിൽ ജറസ്, ജറസ് എന്ന് പറഞ്ഞാൽ ബെല്ലി, അതായത് തമ്മിൽ കൊട്ടിയാൽ മണി മുഴക്കമുണ്ടാകുന്ന സാധനത്തിന് എന്താ പറയും? ജറസ് എന്ന് പറയും. അതിൻ്റെ സൽസലത്തിൽ നിന്നാണ് കൂടെ കൂടെ മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു അവ്യക്തം ഒരു വിസിലിംഗ് ഉണ്ടാവുമല്ലോ, അതാണ് മിർക്കാത്തിൽ വ്യാഖ്യാനം കൊടുത്തത്. ലമആത്തിലും കൊടുത്തിട്ടുണ്ട്. എങ്ങനെ ഒരു 2 ലോഹങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂട്ടി മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ വീട് ഒരു മുഴക്കം, ആ മുഴക്കത്തിൽ എന്താ കലാമുണ്ടാവും. ആ കലാം എന്താണെന്ന് വ്യാഖ്യാനിക്കൽ പിന്നീട് നബിയായിരിക്കണം വ്യാഖ്യാനിക്കുന്നത്. ആ വന്നത് അതൊട്ടാ കടങ്ങി. മനസ്സിലായില്ല? ചിലപ്പോൾ എന്താക്കുന്നറിയോ, നമ്മളെ ഈ കമ്പ്യൂട്ടറിൽ തന്നെ ഈ പേജ് വരികളൊക്കെ അടക്കി പിടിച്ച കുറേ മഷികളെ സമൂഹത്തിൽ ഉണ്ടാകില്ലേ, ഇത് ചേർത്ത് പിടിച്ചിട്ട് ചതുരം മാത്രം ഒരു മഷിയുടെ കറുത്ത വര മാത്രം കിട്ടും. ദീർഘത്തിലോ ഒരു ചിലപ്പോൾ 1 സെൻറ്റ് 1 മില്ലിമീറ്റർ വീതിയിലുള്ള നേർരേഖയായിരിക്കും. ഇതിങ്ങനെ വിളിച്ച് വ്യാഖ്യാനിച്ച് കഴിഞ്ഞാൽ അക്ഷരങ്ങൾ വേറെ വിട്ട് 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 വന്നിട്ടൊരു പേജ് നിറയെ എഴുത്തായിട്ട് മാറും. ഇതിന് ഒരു ഉദാഹരണം പറയുന്നേ ഉള്ളൂ. ഇതേമാതിരി കേൾക്കപ്പെടുന്ന ഈ മുഴക്കത്തിൽ നിന്ന് കലാമ് മുഴുവനും വ്യാഖ്യാനിക്കപ്പെടും നബിയുടെ മനസ്സ്. പക്ഷെ അവിടെ കുറച്ച് പ്രയാസമുണ്ട്. അതാണ് ബഹു അശദ്ദുഹു അലയ്യ, വഹ്യിൻ്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും പ്രയാസകരമായത് അതാണ്, ആ ശൈലിയാണ്. നേർക്കുനേരെ വാക്കുകൾ കിട്ടുന്നില്ലല്ലോ. ഫയഫ്സിമു അന്നി, അത് എന്നെ തൊട്ട് പിരിഞ്ഞു പോവുകയും ചെയ്യും. വഖദ് വായിത്തു അന്നുമാക്കാൽ, ആ പറഞ്ഞത് എന്താണെന്ന് ഞാൻ ഗ്രഹിച്ചിട്ടുണ്ടാവുകയും ചെയ്യും. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു ശൈലിയല്ലേ. വഅഹ്യാന യതമസ്സലുൽ മലക്കു റജുലൻ, ചില അവസരത്തിൽ മലക്ക് ഒരു റജുലായിട്ട് കോലം അണിഞ്ഞിട്ട് ഫയുകല്ലിമുനി, എന്നോട് സംസാരിക്കും. അപ്പോൾ തന്നെ കോലം തല്ലുണ്ട്, ഹഖീഖിയായ കോലം അപൂർവമായിട്ടുണ്ടാകും. അല്ലെങ്കിൽ ഒരു ബഷറിൻ്റെ കോലം നബി മാത്രം കാണത്തക്ക രീതിയിലുണ്ടാകും. ബഷറിൻ്റെ കോലത്തിൽ തന്നെ സദസ്സിൽ വന്നിട്ടുണ്ടാകും. ഇത് നമുക്കെല്ലാം കേൾക്കാം. എന്നിട്ട് ഫയുകല്ലി ഫഅഈ മാ യഖൂലു, മലക്കെന്താ പറഞ്ഞത് ഞാനത് ഉൾക്കൊള്ളും. ഖാലത്ത് ആയിഷത്തു റളിയല്ലാഹു അൻഹാ വലഖദ് റഅയ്തുഹു യൻസിലു അലൈഹിൽ വഹ്യു ഫിൽ യൗമി ശദീദിൽ ബർദി, മദീനയിൽ കടുത്ത തണുപ്പുള്ള സമയത്ത് വഹി ഇറങ്ങുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എന്താണ്? ഫയഫ്സിമു അൻഹു, എൻ്റെ വഹി തീർന്നപ്പോൾ വഇന്ന ജബീനഹു സല്ലല്ലാഹു അലൈഹി വസല്ലം യതഫസ്സദു അറഖാ, തങ്ങളുടെ നെറ്റിത്തടത്തിൽ വേറെപ്പ് തുള്ളികൾ ഉറ്റി വീഴുന്നത് കാണാം. അതിൻ്റെ ചൂടിൻ്റെ കാഠിന്യം. അതിൻ്റെ ഭാരമാണെങ്കിലോ ഒരു സഹാബിൻ്റെ കാല് തങ്ങളുടെ കാലിൻ്റെ അടിയിൽ കുടുങ്ങിപ്പോയി, ബെൽച്ച കിട്ടാതെ കണ്ട്
ആ പൊട്ടി നുറുങ്ങിപ്പോകുമെന്ന് പേടിച്ചെന്നാണ് പറഞ്ഞത്. ഈ തട്ടയിങ്ങനെ ഇട്ടിട്ട് തങ്ങളെ ശബ്ദത്തിന് ശ്വാസത്തിനൊക്കെ തടസ്സം കാണുമെന്ന് പറഞ്ഞു. അപ്പം നേർക്ക് നേരെ മലക്ക് വന്ന് ബഷറായി വരുന്നതാണ് ചുരുങ്ങിയത്. ഇന്നഹു അലിയുൻ മുതആലിൻ സിഫാത്തിൽ മഖ്ലൂഖീൻ. അലിയുൻ എന്ന് പറഞ്ഞില്ല അള്ളാഹിനെ പറ്റി. മഖ്ലൂഖീങ്ങളെ സിഫാത്തിനെ തൊട്ട് അള്ളാഹു പരിശുദ്ധനാണ്. അപ്പം എന്താകണം, തൻസീഹ് വളരെ സൂക്ഷിക്കാനുണ്ട് എന്നാ പറഞ്ഞത്. ലാ യഗ്തി ജറയാനൽ മുഫാവലത്തി ബൈനഹു തആല വ ബൈനഹും ഇല്ലാ ബിഅഹദിൽ വുജൂഹിൽ മദ്കൂറ. അടിമകളുടെയും അള്ളാഹുവിൻ്റെ ഇടയിൽ ഈ പറയപ്പെട്ട വുജൂഹിൽ കൂടി അല്ലാതെ എന്താകൂല, അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം ഉണ്ടാകൂല. കണ്ടുകൊണ്ടുള്ളത് തങ്ങളുടെ ഖുസൂസിയത്ത് മാത്രം. ഹക്കീം യജ്രി അഫ്ആലഹു യുജ്രി അഫ്ആലഹു അലാ സനനിൽ ഹിക്മത്തി ഫയതകല്ലമു താറത്തൻ ബിവാസിതത്തിൻ വഉഖ്റാ ബിദൂനഹ ഇമ്മ ഇൽഹാമൻ ഔ ഖിതാബൻ. ഹക്കീം എന്ന് പറഞ്ഞാൽ ഹിക്മത്ത് അനുസരിച്ചേ പ്രവർത്തിക്കുകയുള്ളൂ. ഇപ്പോൾ മനാമാണോ വേണ്ടത്, മനാമാക്കും. ഇപ്പോൾ ഇൽഹാമാണോ വേണ്ടത്, ഇൽഹാമാക്കും. വാസിത വേണമോ, വാസിത ഉണ്ടാക്കും. വാസിത ഇല്ലാതെയാണോ, അങ്ങനെയാക്കും. തമസുലുൽ മലക്കാണോ, അങ്ങനെയാക്കും. എല്ലാ മണിമുടക്കം പോലെയാണോ, അങ്ങനെയാക്കും. അത് അള്ളാഹു എന്താക്കുന്നു, അവൻ്റെ ഹിക്മത്ത് അനുസരിച്ചാക്കും. വകദാലിക, ആ ഈ ഹായിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞു. ഇതുപോലെയാണ് ഔഹൈനാ ഇലൈക റൂഹം മിൻ അംരിനാ ഹുവൽ ഖുർആനുല്ലദീ ഹുവലിൽ ഖുലൂബി ബിമൻസിലത്തി റൂഹി ലിൽ അബ്ദാൻ. ശരീരങ്ങൾക്ക് റൂഹ് എപ്രകാരമാണോ അതുപോലെയാണ് കൽബുകൾക്ക് ഖുർആനിൻ്റെ ആശയങ്ങളും അതിൻ്റെ നൂറാനിയത്തും. അതുകൊണ്ടെന്താക്കി റൂഹ് എന്ന് ഖുർആൻ പറഞ്ഞു. എടാ എങ്ങനെ ഹൈസു യുഹ്യിഹ ഹയാത്തുൻ തയ്യിബ, ഖുർആൻ മുഖേന ഹയാത്തുൻ തയ്യിബത്ത് കിട്ടും. യഹ്സുലു ലഹാ ബിഹി മാ ഹുവ മിസ്ലുൽ ഹയാത്തി. അപ്പോൾ ഹയാത്തുള്ള ഒരു പ്രചോദനം, കൽബിൻ്റെ ഉണർവി. വഹുവ ലിൽ മുന്നാഫിൽ മുസീലു ലിൽ ജഹിൽ. അപ്പോൾ ജഹിലിനെ എല്ലാം പോക്കിക്കളഞ്ഞ നാഫിയായ ഇൽമ് ഖുർആനിലൂടെ കിട്ടി. എടാ മാ കുന്ത തദ്രീ, മാ കുന്ത തദ്രീ എന്ന് പറഞ്ഞാൽ തങ്ങൾ അറിയില്ല എന്നല്ലേ. ഐ ഖബിലൽ വഹ്യി ഫി 40 സന, 40 കൊല്ലമായി ഈ ശൈലിയിലുള്ള വഹി വന്നിട്ടില്ല. എന്താണ് ഇൽഹാമ് വന്നിട്ടില്ലെന്ന് പറഞ്ഞുകൂടാ. മൽ കിതാബു, കിതാബ് എന്താണ്? വലൽ ഈമാൻ എന്ന് പറഞ്ഞാൽ ഐ ലീമാൻ ബി തഫാസീലി മാഫി തലായിഫിൽ കിതാബ്. കിതാബുകളിൽ പറയുന്ന തഫ്സീലായ ഈമാനിൻ്റെ വകുപ്പുകൾ അറിയാത്തത്. തീരെ ഈമാനില്ലാന്ന് വെച്ചൂടാ. അല്ലത്തി ലാഹിൽ ലുക്കോൽ, അത് അക്കൽ കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുന്ന കാര്യമല്ല. അതാ വലൽ ഈമാനു ബിമാ യസ്തഖില്ലു ബിഹിൽ അഖ്ലു വന്നത് ഫഇന്ന ദിറായതഹു അലൈഹിസ്സലാത്തു വസ്സലാം ലഹു മിമാ ലാ റൈബ ഫീഹി ഖത്അൻ. തങ്ങൾക്ക് ഈമാനെ പറ്റി അതിൻ്റെ അസൽ അറിയാമെന്നുള്ള വിഷയത്തിൽ എന്തില്ല, സംശയമുള്ള കാര്യമല്ല. അപ്പോൾ ഇവിടെ നിഷേധിക്കപ്പെട്ടത് ഏത്? തഫ്സീലായ കാര്യം. അതാണ് മറ്റൊരു ആയത്തിൽ ഫവജദക ളാല്ലൻ ഫഹദ. അതാ വഅഹ്ലുൽ ഇൽമി ഇജ്തമഉ അലാ അന്ന റസൂല അലൈഹിസ്സലാത്തു വസ്സലാം കാനു മുഅ്മിനീന ഖബലൽ വഹ്യി. വഹ്യിൻ്റെ മുമ്പ് തന്നെ അവർ യഥാർത്ഥ മുഅ്മിനീങ്ങളായിരുന്നു എന്ന് എല്ലാവരും ഇജ്മാഅാണ് അല്ലേ. മഅസൂമീന മിനൽ കബായിരി വമിന സഗായിർ, ബങ്കുറ്റങ്ങളെ തൊട്ടും മഅസൂമികളാണ്, സഗായിറിനെ തൊട്ടും മഅസൂമികളാണ്. അൽ മൂജിബത്തുൽ ഇഫ്റന്നാസി അൻഹും ഖബലൽ ബിഇസ, റസൂലായി നിയമിക്കുന്നതിന് മുമ്പ് തന്നെ ജനങ്ങളുമായി അകറ്റിക്കളയുന്ന നമ്മൾ എണ്ണിയിട്ടുണ്ട്. മിൻകുല്ലി മുനഫരിൻ തബാൻ, അതിനെ തൊട്ടും അവർ അല്ലാഹു വബഅദഹ ഫളിലൻ അനിൽ കുഫർ. പിന്നെ ശേഷം ഒന്നും അറിയാത്ത കുഫറിനെ തൊട്ട് കാക്കും പിന്നെ പറയേണ്ടില്ലല്ലോ. വകാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മാ കാന വലി ഫി മിസ്ലി ഹാദിഹി ശറാഇ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമെ ശരീഅത്ത് മുമ്പ് പറയുന്നുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അല്ലേ മക്കയിൽ ആദ്യം എന്തെങ്കിലും കൊണ്ടുവന്ന ആൾ, അന്ന് മുമ്പ് ആളില്ലല്ലോ. പിന്നെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാമാണ് അതിൻ്റെ ആളായത്. ഇബ്രാഹിം അലൈഹിസ്സലാത്തിന് അവിടെ ദേവത്തി കേൾപ്പിക്കപ്പെട്ടിട്ടില്ല. അതിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മില്ലത്തും ശരീഅത്തും മക്കയിൽ നിലവിലുണ്ട്. കാലക്രമത്തിൽ ജഹല് പരന്നപ്പോൾ എന്തായി, അത് പലതിലത്തിലേക്ക് മാറിപ്പോയെന്നേ ഉള്ളൂ. അതാണ് ഹത്താ യുഖിബ ബിഹിൽ മില്ലത്തിൽ ഔജാ എന്ന് പറഞ്ഞത്, വളവും തിരിവും സംഭവിച്ച മില്ലത്ത്. അതിക്കാലത്ത് അങ്ങനെയല്ല. ഇപ്പോൾ അറബി കോളേജും സംഘടനകളും ആലിമ്യങ്ങളും കിതാബത്തോട് നിറഞ്ഞിട്ടും ഇന്നത്തെ അന്ധവിശ്വാസങ്ങൾക്ക് എന്തെല്ലാം ഉണ്ട്, എന്തെല്ലാം ഖുറാഫാത്ത് നടക്കുന്നുണ്ട്. പിന്നെ ജാഹിലിയ കാലത്തിനെ പറ്റി
അപ്പോൾ അതിൻ്റെ ഹക്കായ ഒരു തനിച്ച വശമുണ്ട് അവിടെ. അതും മുറുകെ പിടിച്ചായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങൾക്കുള്ള പിതാക്കന്മാരൊക്കെ. അതാ അതിലെന്തൊക്കെ ഉണ്ട് പോലും? മിൻ ദീനൽ ഇസ്ലാം, മിനൽ ഹജ്ജി, ഖിതാന്, നിക്കാഹ്, അതുപോലെ തന്നെ തൊലാഖിൻ്റെ സീഗകൾ, വൽ ഗസ്ല് മിനൽ ജനാബത്തുണ്ട്, തഹരീമ് ദവാത്തിൽ മഹാരിമി ബിൽ ഖറാബ വൽ മുസാഹറ, കരീബിനെ പെണ്ണിനെ കെട്ടിക്കൂടാ, അതുണ്ടായിരുന്നു. വക്കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാമാ കാനു അലൈഹി ഫി മിസ്ലി ഹാദിഹി ശറാഇ, ഈ ശറയ്യത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ മില്ലത്തിൽ തങ്ങൾ ഉണ്ടായിരുന്നു. വക്കാന യുവഹിദു വബിഖുല്ലാത്ത വൽ ഉസ്സ, ലാത്തന് ഉസ്സനോടും ഭയങ്കരമായ എതിരാന്ന്, കഞ്ഞി പോലെ മുണ്ടാൻ പാടില്ലെന്ന്. ഇന്നാൾ പറഞ്ഞോട്ടെ, ആ പറയുന്നത് നമുക്ക് ശറയിൽ ഹുജ്ജത്തല്ല. കുഫിരത്ത് പറയുന്നത് എന്താ ശറയിൽ ഹുജ്ജത്താക്കുന്നുണ്ട്? വലാകിൻ ജഅൽനാഹു നൂറൻ നഹ്ദി ബിഹി മൻ നശാ. അപ്പം വഹയ്യ അറിയിച്ച കാര്യങ്ങളെ തങ്ങൾക്ക് എന്താക്കി? നൂറാക്കി. നഹ്ദി ബിഹി മൻ നശാ, നാം ഉദ്ദേശിച്ചാൽ നമ്മ ഹിദായത്തിലാക്കും. മിൻ ഇബാദിന, അല്ലേ? എന്നിട്ടോ വ ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, തങ്ങൾ റസൂൽ എന്നുള്ള നിലയ്ക്ക് ഹിദായത്തിൻ്റെ വേണ്ടിയുള്ള പ്രയത്നങ്ങൾ മുഴുവൻ തങ്ങൾ അധ്വാനിക്കുന്നുണ്ട്. അപ്പം രണ്ടും മനസ്സിലായല്ല, ശരീഅത്തും ഹഖീഖത്തും ഒരുമിച്ച് കൂട്ടിയില്ലേ? സിറാത്തില്ലാഹി അല്ലദീ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്, ആകാശത്തിലുള്ള ഭൂമിയിലുള്ള മുഴുവൻ കാര്യങ്ങളും ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ ആ സിറാത്ത് തന്നെയാണ് തങ്ങൾ ഹിദായത്തിലാക്കുന്ന സിറാത്ത് വന്ന് തന്നെ. آمنت بالله صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.